എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ കടന്നു വന്നിട്ട് 12-ലധികം വർഷമായി ഞാൻ ഈ ചർച്ചിൽ കടന്നു വന്നിട്ട്. ഈ 12-ലധികം വർഷമായി കടന്നു വന്ന കർത്താവിൻ്റെ അഭിഷേകത്തിന് അനേക വിഷയങ്ങൾ, ദൈവവചനത്തിൽ വളരെ ആഴമേറിയ വചനങ്ങൾ ഇവിടെ പ്രസംഗിച്ചു. തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ നമ്മുടെ മധ്യേ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങളൊക്കെ തന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്ന, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം കൊണ്ടുവന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭ്യമാകുന്ന നീതീകരണം എന്നൊരു വിഷയം. അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരം വരുത്തുവാൻ, എന്നിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയായിത്തീർന്നു. നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു നീതിമാനാണോ എന്നുള്ളവരൊക്കെ എനിക്കൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് കർത്താവിൻ്റെ നേരത്തെ ഈ വചനം സംസാരിച്ചപ്പോൾ ആ വചനത്തിൽ എനിക്ക് മനസ്സിലായി ഞാനൊരു നീതിമാനാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. എന്നെപ്പോലെ ഇന്ന് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകർ അവരുടെ ജീവിതത്തിലും ഈ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നീതീകരണം എനിക്ക് തോന്നുന്നു അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റത്തിന്, ഒത്തിരി വിടുതലിന്, അവരുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിന്, രൂപാന്തരത്തിന് ഈ വിഷയം ഒരു കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഈ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ഈ നീതീകരണം എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിന്ന് പറയാമോ? പാസ്റ്റർ ജിജി, താങ്ക് യു സോ മച്ച്. കർത്താവിൻ്റെ അഭിഷേകത്തിനെ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു വചന വെളിപ്പാട് രൂപാന്തരപ്പെടുത്തി സ്പർശിച്ചു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്റർ ക്രിസ്റ്റിനും ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ചായിരിക്കാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ദാസൻ ചോദിച്ച ഈ ചോദ്യം വളരെ വളരെ ശക്തമായ ഒരു സബ്ജക്റ്റാണ്. കഴിഞ്ഞ 20-ലധികം വർഷങ്ങളായിട്ട് യേശു കർത്താവിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിലുള്ള രക്ഷയും ഒക്കെ അനുഭവിക്കുവാൻ ദൈവം എനിക്ക് വ്യക്തിപരമായി അനുഭവങ്ങളും അവസരങ്ങളും ഒക്കെ നൽകിയെങ്കിലും ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു. മറുഭാഗത്ത് പാസ്റ്റർ ജിജി പി മോഹൻ എന്നോട് പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായി എന്നെയും വിടുവിച്ചത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തത് ഈ ഒരു വിഷയമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്കൊരു വളരെ ഹമ്പിളായിട്ടൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഈ മെസ്സേജ് നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം. ഇന്ന് ദൈവത്തിൻ്റെ അഭിഷേകത്തിന് ഈ ലൈവ് സർവീസിൽ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ, അങ്ങനെ ഒരു ചോദ്യം വന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കാരണം ഇതൊരുപാട് പേരുടെ അനുഭവമാണ്, ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ആ വിഷയം ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം, ആ വെളിപ്പാടിനൊത്തവണ്ണം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്റ്റർ ജിജി, താങ്ക് യു സോ മച്ച്. വീണ്ടും ഞാൻ പറയുന്നു, ആ ഒരു നല്ല ടോപ്പിക്ക് ചോദിച്ചതിന് നന്ദി. കാരണം മനുഷ്യന് പ്രയോജനമില്ലാത്ത എത്രയോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, ടോപ്പിക്കുകളോടുള്ള ബന്ധത്തിൽ മനുഷ്യനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന, നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന എന്തെല്ലാം ചർച്ചകൾ നടക്കുമ്പം ഇങ്ങനൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ വിശ്വാസത്താൽ നമുക്ക് ലഭ്യമായി തീരുന്ന, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്ന അനവധി നന്മകൾ തിരുവെഴുത്തിലുണ്ട്. വിശ്വാസത്തിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത്, വിശ്വാസത്തിലൂടെയാണ് സ്നാനമേൽക്കേണ്ടത്, വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. അപ്പം വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒത്തിരി ബ്ലെസ്സിങ്ങുകൾ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ. എന്നാൽ എന്നോട് ചോദിച്ചാൽ ഇതിനകത്ത് ഏറ്റവും നമുക്ക് ലഭിച്ചതിൽ ഏറ്റവും ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ കിട്ടിയ ഒരു നന്മ വിശ്വാസത്താൽ ലഭിച്ച രോഗശാന്തിയാണോ, വിശ്വാസത്താൽ ലഭിച്ച നീതീകരണമാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസത്താൽ ലഭ്യമായ നീതീകരണമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റ് നിങ്ങളോട് പഠിപ്പിക്കുമെന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. ഈ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമാസഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളിൽ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം ദയവായിട്ടൊന്ന് വായിച്ചേ.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഇന്ന് ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വിശ്വാസത്താൽ ലഭ്യമാകുന്ന ഒരു റൈച്ചസ്നെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നീതീകരണത്തിനെ കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ലഭ്യമാകുന്ന ഒരു സമാധാനം. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്: ദൈവത്തോട് സമാധാനമുണ്ട്. 3 സമാധാനങ്ങളെ കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമുണ്ട്. 3 സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം, എഴുതിയെടുക്കാം. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് അഭിഷേകം പ്രാപിച്ചവരൊക്കെ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരൊക്കെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേൾക്കണം. 3 സമാധാനം. 1, ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ വായിച്ച ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവം നമുക്ക് തരുന്ന സമാധാനം. 3, നമ്മുടെ ജീവിതത്തെ നാം ദൈവിക ക്രമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ദൈവികമായ ക്രമത്താൽ വ്യക്തിപരമായി അനുഭവിക്കുവാൻ കഴിയുന്ന സമാധാനം. അപ്പോൾ 1 ദൈവത്തോടുള്ള സമാധാനം. അത് ലഭ്യമാകുന്നത് എങ്ങനെയെന്ന് റോമർ 5:1 എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തോടൊരു സമാധാനം എന്ന് പറഞ്ഞാൽ കുറ്റബോധമില്ലാത്ത ഒരു ഹൃദയം, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരു സമാധാനം. പലരും ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്, ദൈവസന്നിധാനത്തിൽ വരുന്നത് ഭയങ്കര പ്രയാസത്തോടാണ്, വിഷമത്തോടാണ്. ഞാനൊരു പാപിയാ ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ പറഞ്ഞു പോയി, ആ തെറ്റ് പറ്റിപ്പോയി, ഈ തെറ്റ് പറ്റിപ്പോയി, കർത്താവേ നീ എന്നെ അംഗീകരിക്കുമോ, നീ എന്നെ സ്നേഹിക്കുമോ, ദൈവത്തിന് പോലും എന്നെ വേണ്ടായോ എന്നൊക്കെയുള്ള ചിന്തകളാലാണ് പലരും ദൈവസന്നിധാനത്തിൽ ചെന്ന് നിൽക്കുന്നത്. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാനുള്ള ഒരു സമാധാനം ലഭ്യമായി തീരുന്നു. അതാണ് ദൈവത്തോടുള്ള സമാധാനം, ഒന്നാമത്തെ വിഷയം. 2, ദൈവം തരുന്ന സമാധാനം. അല്ലേ, ദൈവം തരുന്ന സമാധാനം. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ യേശു പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, തരുകയാണ്. അപ്പൊ അത് സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വൈഷമ്യതകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ദൈവസന്നിധാനത്തിലേക്ക് ചെന്നിട്ട് കർത്താവിനോട് പറയുക, യേശുവേ അവിടുത്തെ സമാധാനം എന്നിലേക്ക് പകരണമേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡിലും നമ്മുടെ സ്പിരിറ്റിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് ലഭിക്കുന്നു. അതിന് നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ മതി. ഓൾറെഡി കർത്താവ് തന്നിട്ടുണ്ട്, നമ്മളത് എടുത്താൽ മതി. നമ്മുടെ ആത്മാവിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് പ്രാർത്ഥനയോടെ വിളിച്ചുണർത്തിയാൽ മതി. ഓൾറെഡി അത് ഡിപ്പോസിറ്റഡ് ആണ്. 3-ാമത്തെ കാര്യം പാസ്റ്ററെ, ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴുണ്ടാകുന്നൊരു സമാധാനമുണ്ട്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധം ദൈവിക ക്രമത്തിൽ കൊണ്ടുപോകുമ്പോൾ, മക്കളുമായിട്ടുള്ള ബന്ധം ദൈവിക ക്രമത്തിൽ കൊണ്ടുപോകുമ്പോൾ, ആ കുടുംബ ജീവിതത്തിൻ്റെ ക്രമത്തിലൂടെ, ദൈവിക ക്രമത്തിലൂടെ ഭവനത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഇപ്പം നമ്മൾ എത്ര വലിയ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും, അഭിഷേകമുള്ള ആളാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിലും, എത്ര വലിയ സ്പിരിച്വൽ ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നൊരു വ്യക്തിത്വമാണെങ്കിലും, നമ്മുടെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലൊക്കെ ക്രമം തെറ്റിപ്പോയാൽ, നമ്മൾ ഇനി എത്ര വലിയ അഭിഷേകമുള്ള ആളാണെങ്കിലും നമുക്ക് യഥാർത്ഥമായൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ, കർത്താവിൻ്റെ വചനവുമായി ദൈവസന്നിധാനത്തിൽ നിൽക്കുന്ന ഒരു കർത്തൃ ശുശ്രൂഷകൻ, ആ ദൈവത്തിൻ്റെ ദാസന് സമാധാനത്തോടെ ശുശ്രൂഷിക്കാൻ കഴിയണമെങ്കിൽ, സ്വസ്ഥതയോടുകൂടെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റണമെങ്കിൽ, ഉറപ്പായിട്ടും ആ മനുഷ്യൻ തൻ്റെ ബന്ധങ്ങൾ,
തനിക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങൾ, എല്ലാ ഇടപാടുകൾക്കകത്തും ഒരു ദൈവിക ക്രമം കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയ്ക്ക് വസ്തു കച്ചവടത്തിന് പോവുക, ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി കച്ചവടത്തിന് പോവുക, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു പരിപാടികൾക്ക് പോവുക, ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചുകൊണ്ട് വരിക, ഇതിനകത്തെല്ലാം ഗാർബേജുകൾ കൊണ്ടിട്ടാൽ, ഞാൻ അത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയുകയല്ല, നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. കാരണം യേശു കർത്താവ് ശിഷ്യന്മാരെ ഏറ്റവും ഒടുവിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കണ്ടുമുട്ടുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. അവിടെ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. അതുവരെ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ടെൻഷനായിരുന്നു. അതുവരെ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഡിപ്രഷനായിരുന്നു, നിരാശ. എന്താ നിരാശ? എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു. നമ്മൾ 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നു. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ പെട്ടു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായി. ശത്രുത, ആൾക്കാർക്കെല്ലാം നമ്മളോട് ശത്രുതയുണ്ട്. നമുക്കിനിയൊരു ലൈഫുണ്ടോ? നമുക്കിനിയൊരു ജീവിതമുണ്ടോ? എല്ലാം കഴിഞ്ഞില്ലേ എന്നുള്ളതാ ഒരു നിരാശ, ഭയം. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഭയം അവരുടെ അകത്തുണ്ടായിരുന്നു. ഭയവും നിരാശയും എല്ലാമായിട്ട് ഇരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു അവരുടെ നടുവിൽ വന്നിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. അവിടെ എഴുതിയിരിക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ കണ്ട് സന്തോഷിച്ചു. അപ്പൊ യഥാർത്ഥമായ സന്തോഷം നമുക്കുണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണം. ദൈവം തരുന്ന സമാധാനത്തിൽ നിന്ന് ഉളവാകപ്പെടുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവർക്കും ചിരിക്കാൻ പറ്റും, ചിരിച്ച് കാണിക്കാൻ പറ്റും, സന്തോഷം അഭിനയിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥമായ ഉള്ളത്തിൽ നിന്നൊന്ന് ചിരിക്കണമെങ്കിൽ, ഭാരരഹിതനായി ഒന്ന് സന്തോഷിക്കണമെങ്കിൽ, യേശു തരുന്ന സമാധാനം ആത്മമനുഷ്യനിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അപ്പൊ വീണ്ടും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാസ്റ്റർ അറിയാം. എന്നാ പറഞ്ഞേ? വീണ്ടും അവൻ അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ഇന്ന് ഈ ലൈവ് കാണുന്ന എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളോട്, കർത്തൃദാസന്മാരോട്, കുടുംബങ്ങളോട്, ദൈവമക്കളോട് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, ആദ്യം യേശു അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു, അവരുടെ പേടിയൊക്കെ പോയി, അവരെ ഹാപ്പിയായി. രണ്ടാമത് കർത്താവ് അവരോട് വീണ്ടും പറയണം, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. അപ്പൊ എനിക്ക് നിങ്ങളെ അയക്കാൻ പറ്റണമെങ്കിൽ, എൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഈ സമാധാനം വേണം, ഈ പീസ് ഓഫ് മൈൻഡ് വേണം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന പല പശ്ചാത്തലങ്ങളും വേദപുസ്തകത്തിലുണ്ട് പാസ്റ്ററെ. പ്രധാനമായിട്ടും ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ യവനന്മാരും എബ്രായരും തമ്മിൽ അവരൊരു വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായപ്പോൾ സഭയ്ക്കകത്ത് ഈ വിധവമാരെ ഉപേക്ഷിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം നടക്കുന്ന സമയത്ത് അപ്പോസ്തലന്മാരുടെ ഇടയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നു. സഭയ്ക്കകത്ത് വലിയൊരു വിഷയം നടക്കുകയാണെന്ന്. ആ സമയത്ത് അപ്പോസ്തലനായ പത്രോസ് എന്താ ചെയ്തത്? പീറ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ജ്ഞാനവും വിവേകവും ആത്മാവുമുള്ള 7 പേരെ, എൽഡേഴ്സിനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെ അപ്പോയിന്റ് ചെയ്തു സഭയ്ക്കകത്ത്. എന്നിട്ട് പത്രോസ് പറയണം, ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. കാരണം ഈ പ്രശ്നങ്ങൾക്കകത്തും ഈ കേസ് കെട്ടിനകത്തൊക്കെ ഞങ്ങൾ വന്ന് കയറിയാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് സമാധാനത്തോടെ വചന ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് സ്വസ്ഥതയോടുകൂടെ വേല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു പാസ്റ്ററിന്, ഒരു കർത്തൃ ശുശ്രൂഷകന്, ഒരു ദൈവദാസന്, ഒരു ദൈവ പൈതലിന് ആ ഒരു പീസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടാകണം. എന്നിട്ട് കർത്താവ് ഈ സമാധാനം കൊടുത്തിട്ട് അവരോട് പറയുന്നു, ക്രിസ്തു പാസ്റ്ററെ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. മനസ്സിലാകുന്നോ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മിൽ വരുവാനും വന്ന പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനും കഴിയണമെങ്കിൽ അസ്വസ്ഥതകളില്ലാത്ത, ആകുലതകളില്ലാത്ത ഒരു സമാധാനമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിനെന്താ ചെയ്യേണ്ടേ? നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. 1, ദൈവത്തോടുള്ള സമാധാനം. 2, ദൈവം തരുന്ന സമാധാനം. 3, നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമത്തിലാക്കും. ഞാനിനി എത്ര വലിയ പാസ്റ്ററാണെന്ന് പറഞ്ഞാലും
ദൈവദാസൻ ഇനി എത്ര വലിയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിത്വമാണെന്ന് പറഞ്ഞാലും, മാനുഷികമായി ലോകത്തിലെ ആൾക്കാർ പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തെ ദൈവികമായ ക്രമത്തിൽ നമ്മൾ കൊണ്ടുപോയില്ല എങ്കിൽ നമ്മൾ അനുഭവിക്കുന്നതായ അസമാധാനം ഒത്തിരി വലുതായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ദൈവം തരുന്ന സമാധാനവും, ശ്രദ്ധിക്കണമേ, ദയവായിട്ട് ശ്രദ്ധിക്കണമേ, ദൈവം തരുന്ന സമാധാനവും ജീവിതത്തെ ക്രമീകരിക്കുന്നതിനാലുള്ള സമാധാനവും പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഒക്കെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. പക്ഷേ ദൈവത്തോടുള്ള സമാധാനം പ്രവൃത്തി കൊണ്ട് സാധ്യമല്ല. ദൈവത്തോടുള്ള സമാധാനം നമ്മുടെ ഏതെങ്കിലും ചെയ്തികൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുകയില്ല. ദൈവത്തോടുള്ള സമാധാനം വിശ്വാസത്താലുള്ള നീതീകരണത്താൽ, യേശുവിലുള്ള വിശ്വാസത്താൽ ഉളവാകപ്പെടുന്ന ഒന്നാണ്. ഇവിടെ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ ഭവനം, നമ്മൾ പഠിക്കുവാൻ പോയ വിദ്യാലയം, സ്കൂളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം, എപ്പോഴും ഈ ലോകം എന്ന് പറയുന്നത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, ഇന്ന് ഈ ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ ലൈഫിനെ ഇത് ട്രാൻസ്ഫോം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൊച്ചു പ്രായം മുതലേ നമ്മളൊക്കെ കേട്ട് വളർന്നത് ഈ എന്താ പറയുന്ന കുറ്റാരോപണങ്ങളിലാണ്. പഠിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ പഠിപ്പിച്ച എത്രയോ അധ്യാപകർ നിങ്ങളെ നോക്കി പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ശരിയാകത്തില്ലടാ, നീ ശരിയല്ല. പലപ്പോഴും ദേഷ്യമൊക്കെ വരുമ്പം നമ്മൾ ശരിയല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, നമ്മൾ പഠിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാ, പറയുന്നതാ, നമ്മൾ നന്നാകാൻ വേണ്ടി അവരിത് പറയുന്നത്. ഇപ്പം അപ്പനും അമ്മയാണെങ്കിലും പിന്നെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ ശാസിക്കുന്നത്, ശാസനകൾ നമുക്ക് തരുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അവരുപയോഗിച്ച വാക്കുകൾ, അതെന്ന് പറയുന്നത് നീ ഇങ്ങനെ പഠിക്കാതെ പോയാൽ നീ ഗതി പിടിക്കില്ലടാ, നീ നന്നാകത്തില്ല, നീ ശരിയാകത്തില്ലടാ എന്നൊക്കെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവൾ ശരിയല്ല, അവൻ ശരിയല്ല, അയലോക്കക്കാരൻ ശരിയല്ല, നമ്മളെ നോക്കി പലരും പറഞ്ഞു നീ ശരിയല്ല. അപ്പം ഈ അവൻ ശരിയല്ല, ഇവൻ ശരി, എല്ലാ കുറ്റപ്പെടുത്തലുകളാണ് പലപ്പോഴും കൂടുതലും കേട്ടിട്ടുള്ളത്. ഒരു നല്ലൊരു കാര്യം ചെയ്താൽ, പക്ഷെ നല്ലൊരു കാര്യം നമ്മൾ ചെയ്താൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർ വളരെ കുറച്ചേ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ, ഈ പ്രായമുള്ളവരൊക്കെ പറയുന്ന പോലെ 99 നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലൊരു ബുദ്ധിമുട്ട് വന്നാൽ ഈ 99 അങ്ങ് മറക്കും. മറന്നേച്ച് ഈ ഒരെണ്ണത്തെ തൂങ്ങി അവർ കുറ്റപ്പെടുത്താറുണ്ട്. ബൈബിളും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്ന് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരാണ്. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. എന്നാലും ഞാൻ പറയുന്നത്, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർ, നമ്മളുടെ നന്മകളെ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ വളരെ കുറവാണ്. എൻ്റെ ദേവദാസൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഒരു കാര്യമുണ്ട്. നമ്മളൊരാളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പരസ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളൊരാളെ തിരുത്തുമ്പോൾ, കറക്റ്റ് ചെയ്യുമ്പോൾ പേഴ്സണലി, വ്യക്തിപരമായി അവരെ കറക്റ്റ് ചെയ്യണം. നീയും ആ വ്യക്തിയും മാത്രമുള്ളപ്പോൾ ആ വ്യക്തിയെ കൊണ്ടുപോയി സംസാരിച്ച് തിരുത്തി ഉപദേശിക്കണം. തിരുത്തി, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്, തിരുത്തി പണിതുയർത്തണം. തിരുത്തി പണിതുയർത്തണം. അപ്പോൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പരസ്യമായിട്ടാണ്, ഒരാളെ കറക്റ്റ് ചെയ്യേണ്ടത് പേഴ്സണലിയാണ്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ ഏറ്റവും രണ്ട് കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരുത്തനെ സഭയിൽ നിന്ന് മുടക്കാൻ, അല്ലെങ്കിൽ സഭയിൽ നിന്ന് മുടക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് പിന്നെ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലെങ്കിൽ അതിനെടുക്കേണ്ട ആക്ഷൻസ് വേറെയുണ്ട്, വേദപുസ്തക സംബന്ധമായിട്ട്. അത് ആത്മീയരായിട്ടുള്ളവർക്ക്, പാസ്റ്റേഴ്സിനൊക്കെ വളരെ കാര്യമായിട്ട് അറിയാം. ഓക്കെ, പരസ്യമായിട്ട് ശാസിക്കണമെന്നും മറ്റുള്ളവരുടെ ഭയത്തിനായിട്ട് പരസ്യമായിട്ട് അത് പറയണമെന്നും തിരുത്തണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. പക്ഷേ ബേസിക്കലി ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് പരസ്യമായിട്ടാണ്. ശരിക്കും ഇന്നത് കേൾക്കുന്നവരത് ഏറ്റെടുക്കണേ പ്രിയപ്പെട്ടവർ. ഒരാളൊരു നല്ല പാട്ട് പാടിയാൽ, നല്ലൊരു മെസ്സേജ് പറഞ്ഞാൽ, നല്ലൊരു പ്രവൃത്തി ചെയ്താൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം.
എനിക്ക് ബ്രദർ ഒരു അനുഗ്രഹമാണ്, എനിക്ക് സിസ്റ്റർ ഒരു അനുഗ്രഹമാണ്. ബ്രദർ എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തതിന് നന്ദി, സഹായിച്ചതിന് നന്ദി. മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാകണം. കാരണം എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നടക്കുന്ന, എല്ലാ കാര്യത്തിനകത്ത് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്താണ് നമ്മുടെ ജീവിതം. അവിടെ നമ്മൾ അങ്ങനെ ആകരുത്, ആ നിലയിലാകരുത്. കുറ്റാരോപണങ്ങൾ കേട്ട്, കുറ്റപ്പെടുത്തലുകൾ കേട്ട് നമ്മൾ ശരിയല്ല, അവൻ ശരിയല്ല, അവൾ ഇത് കേട്ടാണ് നമ്മൾ വളരുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ അവൻ നീതിമാനാകുന്നു. അപ്പൊ ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ ചോദിക്കാറുണ്ട്, ചിലർക്ക് പേഴ്സണലി ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ നീതിമാനാണോ, നിങ്ങൾ ദൈവത്തിന്റെ നീതിമതിയാണോ? അപ്പൊ അവർ പെട്ടെന്ന് അവർ തരുന്നൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും അല്ല പാസ്റ്റർ, ഞാൻ നീതിമാനൊന്നുമല്ല, ഞാൻ നീതിമതിയൊന്നുമല്ല, ഞാൻ കുഴപ്പക്കാരനാണ്. അവർ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവകൽപ്പന അനുസരിച്ചവരാണ്, ദൈവവഴിയിൽ ജീവിക്കുന്നവരാണ്, വചനം അനുസരിക്കുന്നവരാണ്, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ മൈൻഡിനകത്ത് ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഈ നാട്ടുകാർ പറഞ്ഞതും, സ്കൂളിൽ പഠിച്ചപ്പം അധ്യാപകർ പറഞ്ഞതും, ദേഷ്യം വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞതും ഒക്കെ സാധനങ്ങളാണ് അവരുടെ മൈൻഡിൽ ഇരിക്കുന്നത്. നീ ശരിയല്ല, നീ കുഴപ്പക്കാരനാ. അപ്പം അതുകൊണ്ട് നീ നീതിമാനാണോ, നീ നീതിമതിയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പം സഡൻലി അവർ തരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും അല്ല, ഞാൻ നീതിമാനൊന്നും അല്ല. ആരാ അവിടെ നീതിമാൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ആരാണ് നീതിമാൻ, ആരാണ് നീതിമതി? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വാക്യം ഒന്ന് വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23 മുതലൊന്ന് വായിച്ചേ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി. അതിനകത്ത് ആർക്കും ഒഴിവില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എൽഷദായിലെ ദൈവജനമേ, ലോകമെമ്പാടും എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മെസ്സേജുകൾ നിരന്തരമായി കേട്ടവർ പലതവണ കേട്ടിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യേശു എല്ലാവരുടെയും ദൈവമാകാനുള്ളതിൻ്റെ കാരണം യേശുവിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം കടഭാരം നിമിത്തമല്ല, രോഗം നിമിത്തമല്ല, പ്രതിസന്ധികളുടെ പരിഹാരത്തിനായിട്ട് വേണ്ടിയിട്ടല്ല. കാരണം കടഭാരമുള്ളവർക്ക് യേശുവിനെ മതിയായിരുന്നു എങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയുള്ളവർക്കത് വേണ്ട. രോഗശാന്തിക്ക് വേണ്ടി മാത്രം കർത്താവിനെ കാണുന്നൊരു അനുഭവമായിരുന്നെങ്കിൽ, വളരെ ആരോഗ്യത്തോടെ ഒരു രോഗവുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, അവർക്ക് കർത്താവിനെ വേണ്ട. പിന്നെ എന്തുകൊണ്ട് എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം, എല്ലാവരും യേശുവിനെ സ്വീകരിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്, എല്ലാവരിലും പാപമുണ്ട്. മനുഷ്യൻ ഇവിടെ ജനിക്കുന്നത് തന്നെ പാപത്തിലാണ്. പാപത്തിലല്ലയോ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്? അപ്പം മനുഷ്യരിലെല്ലാം പാപമുണ്ട്. പിന്നെ അവൻ പാപത്തിലാണ് വളരുന്നത്. ജന്മകർമ്മ പാപങ്ങൾ അവനിൽ നിലകൊള്ളുന്നു. പക്ഷേ പാപത്തിൻ്റെ പരിഹാരം ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും യേശുവിനെ അംഗീകരിക്കേണ്ടതിൻ്റെ കാരണം എല്ലാവരിലും പാപമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, തങ്ങൾക്കായി മരിച്ചുയർത്തവന് വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നും തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു പക്ഷേ ഒരു സൗഖ്യം പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിലും മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളിലൂടെ അതിന് നേരിയ തോതിൽ, ചിലപ്പോൾ പൂർണ്ണമായോ നേരിയ തോതിലോ സൗഖ്യം ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ആ കടഭാരം മാറിയില്ലെങ്കിലും, മാറ്റും, യേശു സൗഖ്യമാക്കും, യേശു അത് മാറിയില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ തന്നാൽ സംഭവം നടക്കത്തില്ലേ? അപ്പോൾ പണമോ ഭൗതികമായ വിടുതലുകൾക്കപ്പുറമായി
യേശു നമ്മുടെ കർത്താവും രക്ഷിതാവും ദൈവവുമായി തീർന്നതിൻ്റെ കാരണം അവൻ പാപമില്ലാത്തവനാണ്, അവൻ പരിശുദ്ധനാണ്, അവൻ നമ്മുടെ രക്ഷകനാണ്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് തന്നെ താൻ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തുയേശു തന്നെ. There is only one name to receive the salvation. That name is Jesus Christ. അതുകൊണ്ട് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പാപമില്ലാത്തവന് മാത്രമേ നിങ്ങളുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയൂ. യേശു പാപമില്ലാത്തവൻ. കാഴ്ചയുള്ളവന് മാത്രമേ കുരുടനെ വഴി നടത്താൻ കഴിയുകയുള്ളൂ. കേൾവിയുള്ളവന് മാത്രമേ ചെകിടനോട് ആംഗ്യ ഭാഷയിലെങ്കിലും കാര്യം കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുകയുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യാസമില്ല. ഇജിപ്പാസദാ വായിച്ച് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പക്ഷേ അടുത്ത വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്? അവന്റെ കൃപയാൽ. അവിടെയാണ് ഗ്രേസ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ് ജീസസ്. ഹിസ് ഗ്രേസ് ഈസ് അവർ ഗ്രിപ്പ്. അവന്റെ കൃപയാൽ. അവിടെയാണ് ഇതാണ് ശരിക്കും കൃപയെന്ന് പറയുന്നത്. നാം പാപിയായിരുന്നു, കൃപ പാപിയെ രക്ഷിക്കുന്നു. കൃപ പാപിയെ ദൈവ പൈതലാക്കി മാറ്റുന്നു. കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവ കൃപ നമ്മളെ നിലനിർത്തുന്നു. അവന്റെ കൃപയാൽ, ക്രിസ്തു യേശുവിലെ വീണ്ടെടുപ്പ് മൂലം, ആ വീണ്ടെടുപ്പ്, ആ കൃപയാൽ സംഭവിച്ച യേശു ക്രിസ്തുവിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പ്, അവന്റെ കൃപയാൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. നീതീകരിക്കപ്പെടാൻ കർമ്മമാർഗങ്ങൾ വേണോ? ആചാര അനുഷ്ഠാനങ്ങൾ വേണോ? എവിടെങ്കിലും കാശ് കൊണ്ട് കൊടുക്കണോ? ഏതെങ്കിലും വ്യക്തിപരമായ നിലകളിൽ പ്രവൃത്തികൾ ചെയ്യണോ? പറയൂ. ഒന്നും വേണ്ട, ആവശ്യമില്ല. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത് നീതീകരിക്കപ്പെടാൻ? അടുത്ത വാക്യം വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവിടെ ഒരു വേറൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത് പ്രായശ്ചിത്തം. യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. യേശുവിന്റെ മരണം അപകട മരണമല്ല. യേശുവിന്റെ മരണം ആത്മഹത്യ ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം കുലപാതകമായിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം ആക്സിഡന്റ് ആയിരുന്നില്ല. യേശു ക്രിസ്തുവിന്റെ മരണം പകരമരണമായിരുന്നു. പകരമരണം, പ്രായശ്ചിത്ത മരണം. ഞാൻ മരിക്കേണ്ടടുത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അവൻ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി. ആ പ്രായശ്ചിത്ത മരണത്താൽ, അവന്റെ രക്തത്താൽ, അവനുള്ള വിശ്വാസത്താൽ എന്തു സംഭവിച്ചു? ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ യേശു നീതിമാനും. ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അപ്പൊ അവിടെ നമുക്കൊരു കോടതി കാണാം. ശിക്ഷ വിധിക്കുന്ന കോടതിയും ശിക്ഷ വിധിക്കാതെ ഇളവ് നൽകുന്ന കോടതിയും. ശിക്ഷിക്കാതെ വിടുക നിമിത്തം. അതുകൊണ്ടാണ് റൈച്ചസ്നെസ് എന്ന വാക്കിന് മലയാളത്തിൽ നീതീകരണം, അല്ലെ? ഇംഗ്ലീഷിൽ റൈച്ചസ്നെസ്. ഈ റൈച്ചസ്നെസ് എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് ഡിക്കായോസിസ് എന്ന പദമാണ്. ഡിക്കായോസിസ് എന്ന വാക്കിന്റെ സമറി അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ കോടതി. നിങ്ങൾക്ക് സ്വർഗത്തിലൊരു കോർട്ട് കാണാം, ഒരു കോർട്ട്. സ്വർഗത്തിലെ കോടതിയിൽ, ആ കോർട്ടിൽ സിംഹാസനത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തെ നിങ്ങൾക്ക് കാണാം. ആ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന 24/7 365 ഡേയ്സും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു അഡ്വക്കേറ്റായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്നാ? ഡിക്കായോസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്
പിതാവിൻ്റെ വലത്തുഭാഗത്ത് തൻ്റെ മക്കൾക്കായി നിൽക്കുന്ന, തൻ്റെ ജനത്തിനായി നിൽക്കുന്ന, അവരെ വീണ്ടെടുത്ത, രക്തം നൽകിയ യേശു ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ക്രിസ്റ്റി പാസ്റ്റർ ലോകപരമായി ജീവിച്ച അനുഭവത്തിൽ നിന്നും യേശുവിലേക്ക് വരുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞാൻ ലോകപരമായി ജീവിച്ച അനുഭവത്തിൽ നിന്നും വിശ്വസിച്ച് യേശു ക്രിസ്തുവിലേക്ക് വരുന്നു. അപ്പോൾ ആരാണ് നമ്മളെ അവിടെ നീതീകരിക്കുന്നത്? നമുക്ക് വേണ്ടി ആരാണ് പിതാവിനോട് സംസാരിക്കുന്നത്? നമ്മുടെ അഡ്വക്കേറ്റ് ആരാണ്? പുത്രനായ യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് പറയുകയാണ്, പിതാവേ, ഇന്ന് ഈ മകൻ, ഈ മനുഷ്യൻ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. അവൻ എൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. അവൻ്റെ പാപങ്ങളെ എൻ്റെ രക്തം കഴുകിയിരിക്കുകയാണ്. അവനെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ന് അവൻ എന്നിൽ വിശ്വസിച്ചതിനാൽ അവൻ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സ്വർഗത്തിലെ കോടതി, പിതാവായ ദൈവം കൽപ്പന പുറപ്പെടുവിക്കുന്നു. അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ, അവൻ്റെ പഴയ ഫയലുകളെല്ലാം ക്യാൻസൽ ചെയ്യുക. അവന്റെ പഴയ എല്ലാ ഫയലുകളും, ഇവിടെ സ്വർഗത്തിൽ അവൻ ചെയ്ത 60 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 30 വയസ്സ് വരെ, 20 വയസ്സ് വരെ, 18 വയസ്സ് വരെ അവൻ ചെയ്ത അവന്റെ പഴയ ഫയലുകൾ മുഴുവൻ ക്ലോസ് ചെയ്യുക. ഒന്നുകൂടെ വായിച്ച വാക്യം, അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻ കഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക. പഴയ സംഭവങ്ങൾ ശിക്ഷിക്കാതെ വിടുന്നു. ശിക്ഷ ക്യാൻസൽ ചെയ്യുന്നു, ഫ്രീ ആക്കുന്നു. ഇവൻ ഇനി ആ പഴയ പാപിയല്ല. കോടതി ഇവന് വേണ്ടി വിധിച്ചിരിക്കുന്ന, സ്വർഗീയ കോടതി ഇവന് വേണ്ടി വിധിച്ചു വെച്ചിരിക്കുന്ന സകല വിധികളും ഇതോടുകൂടെ റദ്ദ് ചെയ്യപ്പെടുന്നു. അതാണ് നീതീകരണം, ഡിഖായോസിസ്. അതാണ് യേശുവിന്റെ രക്തം അവിടെ ചെയ്യുന്നത്. അടുത്ത വാക്യം ഇന്ന് ഈ ലൈവ് കാണുന്നവർ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വായിച്ചേ. തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ യേശു നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാക്കേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന്. ആ താൻ എന്നുള്ള പദം ജിജി പാസ്റ്റർ യേശു എന്ന് വായിച്ചു അല്ലേ? ഒരു തെറ്റുമില്ല, അത് ദൈവത്തെ കുറിച്ച് തന്നെയാ പറയുന്നത്, യേശു തന്നെയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ ലൈവ് കാണുന്ന എത്ര പേര് സമ്മതിക്കും ദൈവം എങ്കിലും നീതിമാനാണെന്ന് സമ്മതിക്കും? താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനും. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവൻ നീതീകരിക്കപ്പെടുന്നു. ഒന്നുകൂടെ വായിച്ചേ, താൻ നീതിമാനും യേശു നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാക്കേണ്ടത്. അപ്പൊ എന്റെ ചോദ്യം ഇന്ന് ലൈവ് കാണുന്നവരോട്, എന്നെ ശ്രദ്ധിക്കുന്നവരോട്, നിങ്ങൾ ദൈവത്തിന്റെ നീതിമാനാണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ നീതിമതിയാണോ? ഈ ചോദ്യം ഞാൻ ചോദിക്കുമ്പം ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടുന്നു. യു ബിലീവ് ഇൻ ജീസസ്? Are you believe in Jesus? Yes. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണോ? നിങ്ങൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിച്ചവരാണോ? നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ലൈഫ് കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തതാണോ? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ വന്നവരാണോ? നിങ്ങളിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് നിങ്ങളുടെ പഴയ കേസുകളെല്ലാം സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് എപ്പോഴും കുറ്റാരോപണം നടത്തുന്നവനാണ്. നീ പണ്ടങ്ങനെ ചെയ്തില്ലേ, നീ പണ്ടെങ്ങനെയായിരുന്നെന്ന് എനിക്കറിയാം. സത്യമാ പാസ്റ്ററെ, പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പം പലരുടെയും ഹൃദയത്തിൽ കുറ്റബോധമാണ്. എത്ര അനുഭവങ്ങൾ ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ടെന്നറിയുമോ പ്രാർത്ഥനയിൽ? ഇത് ലൈവ് സർവീസാണ്, കുറച്ച് സമയമുള്ള ഒരു മീറ്റിംഗ് ആണ്, ഇതിപ്പോൾ അവസാനിപ്പിക്കണം. പക്ഷെ ഞാനൊരു രാജ്യത്തിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയ സമയത്ത് ഞാനും എൻ്റെ വൈഫും ഉണ്ട്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടുത്തെ ദേവദാസനോട് പറഞ്ഞു, ഒരു ചില ഫാമിലികൾക്കൊന്ന് പേഴ്സണലി നിങ്ങളെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാനും കൗൺസിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാനതിന് സമയം കൊടുത്തു. വളരെ പ്രായമുള്ള ഒരു അച്ഛനും ഒരു അമ്മാമയും,
വളരെ പ്രായമുണ്ട്. 60+ ആണെന്ന് ഓർക്കണം. 60+, 60 കഴിഞ്ഞു രണ്ടുപേർക്കും. 60-നും 70, ഞാൻ പ്രായം പറയുന്നില്ല, 60-നും 70-നും ഇടയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രായം. 60-നും 70-നും ഇടയിലാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രായം. അന്നത്തെ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചത് ഈ ടോപ്പിക്കാണ്: യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നതായ നീതീകരണം. അപ്പോ ഇവർ രണ്ടുപേരും ഇവരുടെ മക്കളുടെ ചില വിഷയങ്ങൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പല സ്ഥലങ്ങളിലാണ് അവരുടെ ഫാമിലി ലൈഫിലുള്ള ചില വിഷയങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ ആൻറ്റി അല്ലെങ്കിൽ ഈ അമ്മച്ചി ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ജിനു പാസ്റ്ററോടും ജീന സിസ്റ്ററിനോടും ഒരു കാര്യം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനോട് ഒന്ന് മാറിയിക്കാമെന്ന് വെച്ചു. വളരെ ബഹുമാനത്തോടു കൂടെ തന്നെ അച്ഛൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ ഒന്ന് അങ്ങോട്ട് നിൽക്കാന്ന് പറഞ്ഞു. ഈ അമ്മച്ചി ഞങ്ങളെ നോക്കി പറയുകയാണ്, പാസ്റ്റർ, ഇന്നത്തെ മീറ്റിംഗിൽ പാസ്റ്റർ പ്രസംഗിച്ച യേശുവിൽ വിശ്വസിക്കുന്നവർ യേശു നീതീകരിക്കുന്നു, മുൻകഴിഞ്ഞ പാപങ്ങളെ അവൻ ക്ഷമിക്കുന്നു, നീതീകരിക്കപ്പെട്ടവൻ നീതിബോധത്തിൽ ജീവിക്കണം, പിശാചിന് നിന്നെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല, സ്വർഗത്തിലെ കോടതി വെറുതെ വിട്ടവനെ, സ്വർഗത്തിലെ കോടതി ഫ്രീ ആക്കിയവനെ, റിലീസ് ചെയ്തവനെ ഒരു പിശാചിനും അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. എന്നെ ഭയങ്കരമായിട്ട് തൊട്ടു പാസ്റ്റർ എന്ന് പറഞ്ഞ് ഈ അമ്മ കരയുക. പക്ഷെ ഒരു കാര്യം എനിക്ക് പാസ്റ്ററോട് പറയാനുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം എന്നും പറഞ്ഞുകൊണ്ട് ഒരു 10-40 വർഷം പുറകിലോട്ട് ഈ സഹോദരി പോവുകയാണ്. അന്നുണ്ടായ ഒരു ഇൻസിഡൻസ്, ആ ലൈഫിലുണ്ടായ ഒരു സംഭവം പക്ഷെ ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ചെന്നിരിക്കുമ്പം, ഇപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം, ഇപ്പോഴും ഞാൻ കർത്തൃമേശ എടുക്കാൻ നിൽക്കുമ്പം, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തീരുമാനിക്കുമ്പം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഈ ചിന്തകൾ കയറി വരിക. ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ, ഒരു TV കാണുന്ന പോലെ വീണ്ടും വീണ്ടും ഇതെൻ്റെ മനസ്സിലോട്ട് വരിക. എന്നിട്ട് എൻ്റെ ഹൃദയം പറയുക, നീ പണ്ടങ്ങനെ ചെയ്തില്ലേ, നീ പഴയ ഭാവിയല്ലേ, നീ പണ്ടങ്ങനെ ഒരു കുഴപ്പം കാണിച്ചില്ലേ, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നേ, നീ എന്തിനാ ഉപവസിക്കുന്നേ, ദൈവം നിന്റെ പ്രാർത്ഥനയൊന്നും കേൾക്കാൻ പോകുന്നില്ല, നീ നിന്റെ ഹസ്ബൻഡിനോട് അവിശ്വസ്തത കാണിച്ചു, നീ നിന്റെ അപ്പനോട് അവിശ്വസ്തത കാണിച്ചു, നീ നിന്റെ അമ്മയോട് അവിശ്വസ്തത കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ പ്രായത്തിലും പൈശാചിക ശക്തികൾ അവരെ എന്താ ചെയ്യുന്നേ, കുറ്റപ്പെടുത്തുകയാണ്, ടോർച്ചർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ്. എനിക്ക് അന്നേരം ഒരു കാര്യം മനസ്സിലായി. ഇവരാ മെസ്സേജ് കേട്ടു. ഒറ്റ സെഷനേ ഉണ്ടായിരുന്നു ഇതുപോലെ. അവരാ മെസ്സേജ് കേട്ടു. 2-3 സെഷൻ എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതൊരു വെളിപ്പാടായി അവരുടെ അകത്ത് കയറാൻ പോകുന്നു ഈ സാധനം. അതിൻ്റെ സ്റ്റെപ്പേ നിൽക്കുക അവര്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. അവരുടെ അകത്ത് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പിശാചെന്ന് പറയുന്നത് എല്ലാ കാലവും കുറ്റം പറയുന്നവനാണ്. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ കൂടെ ഒരു അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ പാസ്റ്റർ ജിജിയും ക്രിസ്റ്റിയും ഞങ്ങൾ ഒന്നിച്ചുകൂടെ ഇന്ന് വർത്താനം പറഞ്ഞു. അപ്പം ആ ദൈവദാസനോട്, ആ ദൈവപുരുഷനോട്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മകനോട് ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത സമയത്ത് വളരെ സീനിയറായിട്ടുള്ള 75 വയസ്സുള്ള അതിശക്തനായ ഒരു ദൈവപുരുഷൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ദൈവദാസൻ എന്നോടും പാസ്റ്റർ ജിജിയോടും ക്രിസ്റ്റി പാസ്റ്ററോടും ഞങ്ങൾ ഇന്നലെ ഈ ചർച്ചയിൽ ഇരുന്നപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്തു. ആ 75 വയസ്സുള്ള ദൈവദാസൻ പറഞ്ഞത് എങ്ങനെയാണ്: എന്നെ കുറ്റം പറയുന്ന, എന്നെ വിമർശിക്കുന്ന, എന്നെ കളിയാക്കുന്ന, ഞാൻ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സാത്താന്മാരോടും മറുപടി പറയാൻ പോകത്തില്ല. പെട്ടെന്ന് എനിക്കത് കേട്ടപ്പോൾ ഒരു ഇച്ചിരി വല്ലായ്മ തോന്നി. കാരണം ഇത്ര പച്ചയ്ക്ക് സാത്താനെന്ന് വിളിക്കാവോ? പക്ഷേ അങ്ങനെയല്ലേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ? തൻ്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടല്ലോ. തൻ്റെ അഭിഷിക്തന്മാരെ, തൻ്റെ ദാസന്മാരെ കുറ്റം പറയുന്ന അപവാദി സാത്താനെ
തീപ്പൊയ്കയിൽ തള്ളിയിട്ടല്ലോ. അപ്പൊ ആ 75 വയസ്സുള്ള ദൈവദാസൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? സാത്താനാണ് എന്ത് ചെയ്യുന്നേ? കുറ്റം പറയുന്നത്. സാത്താൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന, അടങ്കൽ എടുത്തിരിക്കുന്ന സാത്താനാണ് അതിന്റെ ഏജന്റ്. പല ഏജൻസികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ കുറ്റാരോപണം നടത്തുക, കുറ്റം പറയുക, അത് പ്രത്യേകിച്ച് തൻ്റെ ദാസന്മാരെ, തൻ്റെ മക്കളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് പിശാചാണ്. അത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളെ, നമുക്ക് നല്ല വിമർശനങ്ങളുണ്ട്, ഏറ്റെടുക്കണം അത് കേട്ടോ. വിമർശിക്കുന്ന എല്ലാവരെയും തള്ളിക്കളയരുത്, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. നല്ല വിമർശനങ്ങൾ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന വിമർശനങ്ങൾ, നമ്മൾ നന്നാകാൻ വേണ്ടി പറയുന്ന വിമർശനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിച്ചു പോകരുത് എന്ന് ഓർത്തുകൊണ്ട് നമ്മളെ വ്യക്തിപരമായി മാറ്റിക്കൊണ്ട് പറയുന്ന വിമർശനങ്ങൾ. പക്ഷേ ഇന്നത്തെ ആ മെസ്സേജിൽ അങ്ങനെ ഒരു കാര്യം പറയരുത്, അത് തെറ്റാണ്. പേഴ്സണലി അറിയിക്കുകയാണത്, വ്യക്തിപരമായി അറിയിക്കുക, അല്ല നാട്ടുകാരുടെ മുമ്പിലെല്ലാം കൊട്ടിഘോഷിക്കുകയല്ല, കരിവാരിത്തേക്കുകയല്ല, ചെളിവാരി എറിയുകയല്ല, വ്യക്തിപരമായി കൊണ്ടുപോയി പറയുന്നു. സത്യത്തിൽ അവരോട് നമുക്ക് ബഹുമാനമുണ്ട്. എന്നാണെന്നറിയാവോ? നമ്മൾ നന്നാവാൻ വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, നാളെ ആരും ആ ഒരു വിഷയത്തിൽ നമ്മളെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ നമുക്ക് തരുന്ന നല്ല ഒരു സംഭവമാണ് ആ വിമർശനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ കുറ്റാരോപണം നടത്തി ഇവനെ തളർത്തുക, ഇവനെ ദൈവകൃപയിൽ നിന്ന് പുറത്താക്കുക, ഇവനെ ഒതുക്കുക, ഇവനെ ഇല്ലാതാക്കുക, ഇവനെ നശിപ്പിക്കുക, ഇവന്റെ മൈൻഡിനെ ഡിസ്കറേജ് ചെയ്യുക, ഇവൻ ഇനി പൊങ്ങി വരല്ലേ, അത് ദൈവമല്ല. അതാ 75 വയസ്സുള്ള ദൈവദാസൻ പറഞ്ഞ കക്ഷിയാണ് സാത്താൻ. That is a demon, spirit of jealousy. Praise the Lord. Hallelujah. ഞാൻ ആ അമ്മയോട് പറഞ്ഞു, സാത്താനാണ് കുറ്റാരോപണം നടത്തുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ പണി എന്നാണെന്നറിയാം പക്ഷേ. ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, പിശാചും മനുഷ്യനും ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളെ കുറ്റാരോപണം നടത്തുമ്പോഴും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാന്ന് നിങ്ങളോട് പറയുമ്പോഴും, നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഇന്ന് പ്രസംഗിച്ച മെസ്സേജ് തിരുവെടുത്ത് ഒരു വെളിപ്പാടായി കയറണം. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. അവൻ നീതീകരിച്ചാൽ, ആ സ്വർഗത്തിലെ കോടതി നിങ്ങളുടെ ഫയൽ ക്യാൻസൽ ചെയ്താൽ, നിങ്ങൾ പിന്നെ ആ പഴയ പാപിയല്ല, നിങ്ങൾ ആ പഴയ വ്യക്തിയല്ല. ഈ പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പണി എന്നാണെന്നറിയാമോ? പിശാച് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇപ്പം ഒരു ഉദാഹരണമാണ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്നിട്ട് ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുവാണേ, നമ്മളോട് പറയും, ചെയ്യടാ, നീ ഇത് ചെയ്യ്. ഓ, ആരാ ഇതൊക്കെ ഇപ്പൊ ചെയ്യാത്തേ? വാർദ്ധിക്കുന്നവർ ചെയ്യുന്നില്ലയോ? മറ്റേ പുള്ളി ചെയ്തില്ലയോ? ഇപ്പൊ ഈ വന്ന കാലത്തൊക്കെ ഇതൊക്കെ ചെയ്യാത്ത, കാണാത്ത, പ്രവർത്തിക്കാത്ത ആരാ? നിനക്ക് ചെയ്തുകൂടായോ? നിന്നെ ഇപ്പൊ ആര് കാണുന്നു? അപ്പൊ ഈ സൈഡിൽ വന്ന് നിന്നിട്ട് നിന്നെ ടെംപ്റ്റേറ്റ് ചെയ്യും. ചെയ്യടാ, കാണടാ, പ്രവർത്തിക്കടാ, പറയടാ. ടെംപ്റ്റേറ്റ് ചെയ്യും. ടെംപ്റ്റേറ്റ് ചെയ്യിച്ച് അതിന്റെ മധ്യയിൽ ഒരു ദൈവപൈതലാണെങ്കിൽ, ഒരു ദൈവപൈതലിനെയാണ്, ഒരു ദൈവത്തിന്റെ അഭിഷിക്തനെയാണ്, ഒരു ദൈവദാസനെയാണ്, ഒരു ദൈവദാസിയാണ്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവപൈതലാണെയാണ് ഈ ടെംപ്റ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ, പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് അതിനെ റെസിസ്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് അതിനെ റെസിസ്റ്റ് ചെയ്യും. നീ ചെയ്യരുത്, അത് തെറ്റാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം ഹോളി സ്പിരിറ്റ് തരും. പക്ഷെ ഹോളി സ്പിരിറ്റ് പറയുന്നത്, യഹോവയുടെ ആത്മാവ് മനുഷ്യനിൽ സദാകാലം ബാധിക്കുന്നില്ല. ഈ ഹോളി സ്പിരിറ്റ് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥയും പ്രാർത്ഥനയും സമർപ്പണം നമുക്കില്ലെങ്കിൽ, മറ്റേ ഈ പുള്ളി ഇപ്പുറത്തുനിന്ന് പറയുന്നില്ലേ, അതിങ്ങനെ പറച്ച് ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിന്നിട്ട് ചെയ്യടാ, പറയടാ, നോക്കടാ, ആരാ ഇതിപ്പം നോക്കാത്ത, ആരാ കാണാത്ത, ആരാ ചെയ്യാത്ത, ഞാനിപ്പോൾ എന്നാ തെറ്റെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെംപ്റ്റേഷൻ തന്നിട്ട് ആ വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിക്കും, അത് കാണിക്കും, അതിനകത്ത് എത്തിച്ചിട്ട് ഇവൻ റൈറ്റ് സൈഡിൽ വരും.
റൈറ്റ് സൈഡിൽ വന്നിട്ട് തട്ടിയേച്ച് പറയും, നീ എന്നാ പരിപാടിയെ കാണിച്ചേ, നീ എന്തിനാ അത് കണ്ടേ, ശരിയല്ല നീ ചെയ്തേ, നീ ഇനി എങ്ങനെ പ്രാർത്ഥിക്കുന്നേ, ഇനി നിനക്ക് പ്രാർത്ഥിക്കാനോ പറ്റില്ല, കുറ്റപ്പെടുത്തുക, നീ പാപം ചെയ്തു, നീ വീണു, നീ കുഴപ്പം കാണിച്ചു, നീ ഭയങ്കര തെറ്റാ കാണിച്ചത്, ഇനി നിനക്ക് ലോഡ് സപ്പർ തിരുവത്താഴൊന്നും എടുക്കാൻ ഒക്കുകയില്ല, കർത്താവ് നിന്നെ കൈവിടും. കാരണം ദൈവത്തിന് ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. നീ അഴുക്കായിപ്പോയി, ഇനിയിപ്പോൾ നീ ഇത്രയൊക്കെ ആയില്ലയോ, നീഞ്ഞു പോന്നു, ഇത്രയൊക്കെ ആയില്ലയോ, നീഞ്ഞു പോന്നു, ഇനി നിനക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കുറ്റാരോപണം നടത്തുകയാണ്, ഡിസ്കറേജ് ചെയ്യുകയാണ്. എപ്പോഴും ഓർക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നീതിബോധത്തിലേക്ക് തിരിക്കുന്നു. പിശാച് സാത്താൻ നമ്മളെ കുറ്റബോധത്തിലേക്ക് തിരിച്ചുവിടുന്നു. പരിശുദ്ധാത്മാവ് നമ്മളൊരു തെറ്റുണ്ടാകുമ്പോൾ, ഒരു കുറവ് സംഭവിക്കുമ്പോൾ നമ്മുടെ അകത്ത് പെട്ടെന്ന് നീതിബോധം തരും. പെട്ടെന്ന് കയറിക്കോ, നീ പ്രാർത്ഥിച്ചോ, ക്ലിയർ ചെയ്തോ, നീ ദിവസരതി വന്നോ, കർത്താവ് നിന്നെ വെയിറ്റ് ചെയ്യുന്നു, ദൈവം നിന്നെ കാത്തിരിക്കുന്നു, മടങ്ങി വരിക, മാനസാന്തരപ്പെടുക, ഏറ്റുപറയുക, അനുദപിക്കുക. പിശാചിന് നിന്റെ മേൽ ഏതുമില്ല, നിന്നെ വീണ്ടും കർത്താവ് സ്വീകരിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുമ്പോ നീതിബോധത്തിലേക്ക്, പരിശുദ്ധാത്മാവ് പാപബോധം തരും കേട്ടോ, പക്ഷെ അത് കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, നീ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല പാപബോധം തരുന്നേ. പാപത്തെക്കുറിച്ചുള്ള ബോധം പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ട് രണ്ടാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നത് കുറ്റബോധത്തിലേക്കല്ല, നീതിബോധത്തിലേക്കാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം. ആ ഓർഡർ കണ്ടോ, ആ എഴുതിയിരിക്കുന്ന ഓർഡർ കണ്ടോ? പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് രണ്ടാമത് തരുന്ന എന്താ? നീതിബോധം. പക്ഷെ പിശാച് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ നമ്മുടെ കുറവുകളെ, തെറ്റുകളെ കുറ്റപ്പെടുത്തലോടുകൂടെ കാണിച്ചു തന്നിട്ട് ആ ബോധത്തിൽ നിന്ന് നമ്മളെ കുറ്റബോധത്തിലോട്ട് കൊണ്ടുപോകും, ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും, നിരാശയിലോട്ട് കൊണ്ടുപോകും, പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും, ദൈവത്തിൽ നിന്ന് പ്രതിയെ വലിച്ചങ്ങ് മാറ്റും. അതാണ് ഭക്തന്മാർ പറയുന്നത്, പാപം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, ദൈവം നിന്നെ പാപത്തിൽ നിന്ന് അകറ്റുന്നു. ബൈബിൾ നിന്നെ പാപത്തിൽ നിന്ന് അകറ്റുന്നു, പാപം നിന്നെ ബൈബിളിൽ നിന്ന് അകറ്റുന്നു. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ പരിപാടി ഒരു ഭാഗത്ത് നിന്ന് ടെംപ്റ്റേഷൻ തന്നിട്ട് ഇത് ചെയ്യിക്കുക, മറുഭാഗത്ത് ഇത് നമ്മൾ അതിൽ പെട്ടുപോയാൽ അപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നിട്ട് ഹൃദയത്തിൽ ഇത് സ്ക്രീനെ കാണിക്കുന്ന പോലെ കാണിച്ച് ഇന്ന് കുറ്റപ്പെടുത്തുക. പക്ഷെ ദൈവം ചെയ്യുന്നത് ഈ പാപത്തിൽ നിന്ന്, ഈ കുറ്റബോധത്തിൽ നിന്ന് നമ്മെ നീതിബോധത്തിലേക്ക് വഴിതിരിച്ചുവിടും. ആ നീതിബോധത്തിലേക്ക് വഴിതിരിച്ചു വിടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വാക്യോടെ ഒന്ന് ജസ്റ്റ് വായിക്കണം. ഇനി ഒന്ന് ക്രിസ്റ്റി പാസ്റ്റർ എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 54 അധ്യായം ഒന്ന് വായിക്കാമോ? 54 അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. എല്ലാവരും ഒന്ന് എടുത്തേ, ലൈവ് കാണുന്നവരെല്ലാവരും ഇന്ന് വളരെ നിങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ ഈ സന്ദേശം. വായിച്ചേ. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും. നീതിയാൽ എന്ത് ചെയ്യും പാസ്റ്റർ? നീ സ്ഥിരമായി നിൽക്കും. സ്ഥിരമായി നിൽക്കും. ആരുടെ നീതിയാൽ? എന്റെ നീതിയിൽ. ദൈവമക്കളെ, നമ്മുടെ നീതിയാൽ അല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നീതിയും നമ്മുടെ പ്രവൃത്തികളുമെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. നമ്മുടെ നീതിയിലല്ല നമ്മൾ നിൽക്കുന്നത്, ക്രിസ്തുവിന്റെ നീതിയിലാണ്. നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല, നമ്മൾ എന്തൊക്കെയോ പെർഫോം ചെയ്തത് കൊണ്ടല്ല നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായി, ദാസിമാരായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ നീതിമാന്മാരായി, നീതിമതികളായി മാറിയത്. കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു കാഴ്ചവെച്ചതായ അനുസരണം, ആ പെർഫോമൻസ്, ആ സബ്മിഷൻ, ആ ഒബീഡിയൻസ്, അവന്റെ അനുസരണത്താൽ നാം അനുസരണമുള്ളവരായി, അവന്റെ നീതിയാൽ, ക്രിസ്തുവിന്റെ നീതിയാൽ നാം നീതിമാന്മാരും നീതിമതികളുമായി. അല്ലെ, നമ്മൾ എന്നാ ചെയ്തത് നീതിമാന്മാരാകുമെന്നായി പറയുന്നേ? ദൈവ തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെയാണ്. അതിന്റെ അർത്ഥം ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പ്രവൃത്തി വേണ്ടെന്നല്ല, ഇതൊരു ബാലൻസ്ഡ് ടീച്ചിങ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ.
അവൻ മനസ്സിലാക്കുക, നീതിയിൽ ഞാൻ എന്ത് ചെയ്യും? സ്ഥിരമായി അത് സ്റ്റാൻഡ് ചെയ്തോണം കേട്ടോ. എൻ്റെ നീതിയിലല്ല, എൻ്റെ കർത്താവ് എന്നെ നീതീകരിച്ചതാ. ഡിക്കായോസിസ്, ക്രിസ്തു എന്നെ നീതീകരിച്ചു. ആ നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും. അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും? നീ പീഡനത്തോട് അകന്നിരിക്കും. നീ പീഡനത്തോടകന്നിരിക്കും. മാനസിക പീഡനം, ചിന്തകളിൽ ഉണ്ടാകുന്ന പീഡനം, മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകൾ, പീഡനത്തോട് നീ അകന്നിരിക്കും. പിന്നെ നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. പിന്നെ ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഭീഷണികളോട് നീ അകന്നിരിക്കും, അത് നിന്റെ അടുത്ത് വരികയില്ല. ഭീഷണികൾ, പിശാച് പറയുന്ന ഭീഷണികൾ. നീ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തില്ലേ, അതിനാൽ നിനക്ക് ഇങ്ങനെ സംഭവിക്കും. നീ അന്ന് അങ്ങനെ കണ്ടതുകൊണ്ട്, ഇങ്ങനെ ചെയ്തതുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോവാ. നിന്നെ അങ്ങനെ ദൈവം ചെയ്യാൻ പോവാ, ഇങ്ങനെ ദൈവം ചെയ്യാൻ പോവാ. ഭീഷണികളോട് ഈ സത്യമായിട്ട് ഞാൻ പറയട്ടെ, ആരെയും ഭീഷണിപ്പെടുത്തി സംസാരിക്കരുത്. പിശാച് കുറ്റാരോപണം നടത്തുന്നവൻ മാത്രമല്ല, അവൻ ഭീഷണിയുടെ ആളും കൂടെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരും. നമുക്ക് കണ്ടറിയാം. ചില ആൾക്കാരൊക്കെ ആ അസൂയയിൽ നിന്നും ഹൃദയത്തിലേറ്റ മുറിവുകളിൽ നിന്നും ഒക്കെ അവർ സംസാരിച്ചു പോകുന്നതാണ്. നീ മര്യാദയ്ക്ക് അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ അങ്ങനെ പറയുന്ന ഭീഷണിയുടെ ശബ്ദങ്ങൾ, ഭീഷണിയുടെ ശബ്ദങ്ങൾ. ഈ ഭീഷണികളോട് നീ അകന്നിരിക്കും. എന്താ പാസ്റ്റർ അടുത്ത ആ ഒരു പദമുണ്ട്, ഭീഷണിയോട് അകന്നിരിക്കും. പിന്നെ അത് നിന്നോട് അടുത്ത് വരിക, അത് നിന്റെ അടുത്തോട്ട് വരികയില്ല. ഈ ലൈവ് കാണുന്ന എത്ര പേര് ഒരു ആമീൻ പറയുന്ന ഒരു ആമീൻ ഒന്ന് എഴുതി വിട്ടേ. അത് നിന്നോട് അടുത്ത് വരികയില്ല. ആരോടാ ഇത് അടുത്ത് വരാത്തെ? ക്രിസ്തുവിന്റെ നീതിക്കകത്ത് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ആ നീതിയിൽ സ്ഥിരപ്പെട്ട് നിൽക്കുന്നവനോട് പറയുന്നു, അവൻ അവിടെ കിടന്ന് ഭീഷണി മുഴക്കത്തേ ഉള്ളൂ. ഈ ഒരു ഭീഷണികളും കുറ്റാരോപണങ്ങളും നിന്റെ അടുത്തോട്ട് വരികയില്ല. പിന്നെ അടുത്ത വാക്യം, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. കലശൽ കൂടുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എഴുതിയിരിക്കും, മലയാളം പേര് വഴക്ക്. ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാൽ, കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നാൽ, വഴക്കിന് വന്നാൽ, നിന്നോട് കലശൽ കൂടുന്നവൻ നീ നിമിത്തം വീഴും. വീഴും അല്ലേ? അതെ. അപ്പം ആരെങ്കിലും നിങ്ങളോട് കലശൽ കൂടുന്നോ? എപ്പോഴും വഴക്കുണ്ടാക്കാൻ വരുന്നോ? എന്നും ആത്മീയ വിഷയം പറഞ്ഞ് വഴക്ക്, വീട്ടിൽ വഴക്ക്, പല പല വഴക്കുകൾ. വഴക്കുണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരങ്ങ് പിശാച് ചിലതിനെ അങ്ങ് കയ്യിലെടുത്തിട്ടുണ്ട്. അവർക്ക് അതേ അറിയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ അറ്റാക്ക് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വീട്ടിനകത്തുനിന്ന് ആ വഴക്കുകൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ സഭയ്ക്കകത്തുനിന്ന് ആ വഴക്കുകൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ ബന്ധങ്ങൾക്കകത്തു നിന്ന് ആ വഴക്കുകൾ മാറിപ്പോയി യേശു ക്രിസ്തുവിനാൽ ഉണ്ടാകുന്ന, അവനിലുള്ള വിശ്വാസത്താൽ ഉളവാകുന്ന നീതീകരണവും നീതിബോധവും ഐക്യതയും തികഞ്ഞ സ്നേഹവും വെളിപ്പെട്ടു വരട്ടെ. അത് അടുത്തു വരികയില്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ച ദൈവദാസനെ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഫലിക്കില്ല. ഈ വാക്യം എല്ലാവർക്കും അറിയാം കേട്ടോ. ഇപ്പൊ ഈ വായിച്ച വാക്യം എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആർക്കാണ് ഈ ആയുധം ഫലിക്കാത്തത്? നശിപ്പിക്കുവാൻ സംഹാരകൻ നിൽക്കുന്നു. ആരെയാണ് തൊടാൻ അനുവാദമില്ലാത്തത്? ആരുടെ അടുക്കലാണ് അടുക്കാൻ അനുവാദമില്ലാത്തത്? നീതിയാൽ, ക്രിസ്തുവിലുള്ള നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും. ഞാൻ പഴയ പാപിയല്ല, ഞാൻ ആ പഴയ കുഴപ്പക്കാരനല്ല. എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിച്ചു. അവൻ എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ക്ഷമിച്ചു, എന്നെ നീതീകരിച്ചു. അവന്റെ രക്തം, പരിശുദ്ധ രക്തം, യേശുവിന്റെ രക്തം എന്നെ വിശുദ്ധീകരിച്ചു എന്ന ബോധ്യത്തിൽ നിൽക്കുമ്പോൾ പിശാച് എന്തെല്ലാം ടൈപ്പ് വെപ്പൺസ് ഉണ്ടാക്കുന്നുണ്ടെന്നറിയാമോ? പിശാചിന്റെ കയ്യിൽ പല ആയുധമുണ്ട്. അതിനകത്ത് ഒരു തേഞ്ഞു പഴകിയ ഒരു ആയുധമുണ്ട് പാസ്റ്ററെ. അതാണ് സംശയം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കഥയാണ്, ഒരു ചിന്തയാണ്. ഒരാൾ പറഞ്ഞൊരു കഥ പുള്ളി പറയാണ്, ദൈവപുരുഷൻ പറഞ്ഞ കഥ ഇങ്ങനെയാണ്.
പിശാച് ഒരിക്കൽ തൻ്റെ ആയുധമല്ല പിശാച് ഒരു എക്സിബിഷൻ നടത്തിയിട്ട് പുള്ളിയുടെ ആയുധങ്ങളെല്ലാം സെയിലിന് വെച്ചു. പുള്ളി ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളെല്ലാം സെയിലിനിട്ടു, പ്രൈസ് ടാഗൊക്കെ ഇട്ടു. ആ കഥയിൽ പറയുകയാണ്, ഒരു തേഞ്ഞ് ഒന്നുമില്ലാത്തൊരു ഒരു ഇരുമ്പ്, ഒരു കത്തി, അതിനാണ് ഏറ്റവും വലിയ പ്രൈസ് ടാഗ് ഇട്ട് പുള്ളി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിച്ചത്രേ പിശാചിനോട്, ഈ ആയുധം എന്താ സാധനം എന്നാന്ന് ചോദിച്ചു. ഇത്രയും വില, തേഞ്ഞില്ല, എടുക്കാനില്ല, ചെറിയൊരു കമ്പിയേ ഉള്ളൂ. പിശാച് പറഞ്ഞു, ഈ ആയുധത്തിൻ്റെ പേരാണ് സംശയം. ഏദൻ തോട്ടം മുതൽ ഉപയോഗിച്ച് തേഞ്ഞതാണ്. ഏദൻ തോട്ടം ആദവും ഹവ്വയും തുടങ്ങി നിശ്ചയമായും ഈ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിശാച് ചോദിച്ചതാ. നിശ്ചയമായും ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അതിന് ദൈവത്തിന് നിങ്ങളോട് ഭയങ്കര അസൂയാണ്, അതുകൊണ്ടാണ് ഇത് തിന്നരുതെന്ന് പറഞ്ഞത്. കണ്ടോ സംശയം? അത് ഏതൻ മുതൽ ഉപയോഗിച്ച് 2020 ഭയങ്കരമായിട്ട് പിശാചാസാനം ചിരിയ ഉള്ളയിലും അത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ട്രിക്കാണ്, ടെക്നിക്കാണ്, ആയുധമാണ് ഈ സംശയം എന്ന് പറയുന്നത്. ഈ ആയുധം അവൻ ഉപയോഗിക്കുന്നുകൊണ്ടാണ് ഇവിടെ കുടുംബ കോടതികളുടെ എണ്ണം കൂടുന്നത്. കേരളത്തിൽ കുടുംബ കോടതികളുടെ എണ്ണം, ഡിവോഴ്സ് നടക്കുന്നത് ഈ ആയുധമാണ് അവൻ ഉപയോഗിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, മക്കൾക്ക് മാതാപിതാക്കളെ സംശയം, മാതാപിതാക്കൾക്ക് മക്കളെ സംശയം, വിശ്വാസിക്ക് പാസ്റ്ററിനെ സംശയം, പാസ്റ്ററിന് കൂടെ നിൽക്കുന്നവനെ സംശയം. മനസ്സിലാവുന്നുണ്ടോ? സഭകൾ പലതും സ്പ്ലിറ്റ് ആകുന്നതും കലക്കം ഉണ്ടാകുന്നതും കുടുംബ കോടതികൾ ഉണ്ടാകുന്നതും എല്ലാം ഇവന്റെ ഈ ആയുധമാണ്. ബാക്കിയുള്ള ഈ എക്സിബിഷനിൽ അവൻ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വിലയുള്ള ആയുധം ഇതാണ്. വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധം, അത് സംശയമാകാം, അത് രോഗമാകാം, അത് നിരാശയാകാം, അതെന്തുമാകാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിനക്ക് ഫലിക്കില്ല. ആരാണ് ഈ നീ? നീതിയിൽ സ്ഥിരമായി നിൽക്കുന്നവൻ, ക്രിസ്തുവിന്റെ നീതിയിൽ, ആ നീതിബോധത്തിന്റെ വെളിപ്പാടിൽ നിലനിൽക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവദാസനെ, ആ വെളിപ്പാടി നിൽക്കുന്നവനോടുണ്ടല്ലോ, ഇനി ആരൊക്കെ എന്നാക്കി അവനെ കുറ്റപ്പെടുത്തിയാലും, എന്നാക്കി അവനെ വിമർശിച്ചാലും, എന്തെല്ലാം ടൈപ്പ് ആയുധങ്ങൾ അവനിട്ട് എറിഞ്ഞാലും, ആ വെളിപ്പാടിൽ നിൽക്കുന്നവൻ അനങ്ങുകല കേട്ടോ. അവന്റെ ചങ്കിനകത്തൊരു ഉറപ്പുണ്ട്, ദൈവം എന്നെ അംഗീകരിച്ചാണ്, ദൈവം എന്നെ നീതീകരിച്ചാണ്, അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവിന് എന്നോട് ഇഷ്ടമാണ്. ആ വെളിപ്പാടുള്ളവൻ ആ വെളിപ്പാടിൽ നിന്നാൽ ഒരായുധവും അവന്റെ അടുത്തോട്ട് വരികയില്ല. ഹല്ലേലൂയ. യെസ് പാസ്റ്റർ. പാസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പലർക്കും ഈ വചന സത്യം അല്ലെങ്കിൽ ഈ ആഴമേറിയ വെളിപ്പാട് പലർക്കും ലഭിച്ചിട്ടില്ല. പലരും ഈ കാലഘട്ടത്തിൽ ഒരു കുറ്റബോധത്തിലാണ് പലരും ജീവിക്കുന്നത്. പക്ഷേ അതുപോലെയുള്ള ആൾക്കാർക്ക് ഒരു വലിയൊരു സമാധാനമാണ്, അവർക്ക് വലിയൊരു ആശ്വാസമാണ് പാസ്റ്ററിൻ്റെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ തന്നെ പാസ്റ്ററെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരുടെ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ചില നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വാക്കുകളിലൂടെ ആയിരിക്കാം, പ്രവൃത്തികളിലൂടെയൊക്കെ ആയിരിക്കാം, ചില കുറവുകൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ പിശാച് പലപ്പോഴും അവരോട് പറയും, നിങ്ങൾ ഇത്രയും ആരാധിച്ചിട്ടും നിങ്ങളിങ്ങനെ ആയില്ലേ, നിങ്ങൾ ഇത്രയും അന്യഭാഷ പറഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തില്ലേ. അപ്പം അതിൻ്റെ ഒരു കുറ്റബോധത്തിൽ നീറുന്ന പലരും പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, പാസ്റ്ററെ എനിക്ക് അന്യഭാഷയൊക്കെ ലഭിച്ചതാണ്, ഞാൻ ശക്തമായിട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എന്നിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നുപോയി, അതെന്നെ അങ്ങ് ഭയങ്കര ആഴമായിട്ട് അങ്ങ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പം പഴയ പോലെ ആ പഴയ സന്തോഷത്തിൽ, ആ ആദ്യ സന്തോഷത്തിൽ എനിക്ക് പലപ്പോഴും ആരാധിക്കാൻ കഴിയുന്നില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട ഒരു ഉപദേശം എന്താണ്? ഏറ്റവും വിലപ്പെട്ട ഉപദേശം, ഞാൻ ഈ പറയുന്ന പോലെ വലിയ ആഴമേറിയ, നമ്മുടെ ഭാഷ പറയുന്ന പോലെ പണ്ഡിതനൊന്നുമല്ല, ഇത് പണ്ഡിതന്മാർക്കുള്ളതല്ല, ഇതൊരു അറിവല്ല, ഇതൊരു വെളിപ്പാട്. പാസ്റ്റർ പറഞ്ഞല്ലോ, ഇതൊരു റെവലേഷനാണ്.
ഈ ഒരു വെളിപ്പാടാണ് അകത്ത് കയറേണ്ടത്. പക്ഷെ ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരില്ല. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റു പറയുക, ഉപേക്ഷിക്കുക, പിന്നെ അതുകൊണ്ട് കണക്കുകയല്ല. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു, ഒരു കുഴപ്പമുണ്ടായി. ആ തെറ്റ് സംഭവിച്ചു, കുഴപ്പമുണ്ടായി എന്ന് കരുതി ആ കുറ്റബോധത്തിൽ നീറി ഞാൻ ഇനി പാപിയായി, ഇനി ദൈവത്തിനൊന്നും എന്നെ വേണ്ട എന്നുള്ള ചിന്തയിൽ ജീവിക്കുകയല്ല വേണ്ടത്. സർവോപരി ആ തെറ്റിനെ ദൈവസന്നിധിയിൽ വന്ന് നിന്ന് സ്വന്തമായി ന്യായീകരിക്കാതെ ഹൃദയപൂർവ്വം ഏറ്റുപറയുക, അനുതപിക്കുക. രണ്ടാമതായിട്ട് അതിനെ ഉപേക്ഷിക്കുവാൻ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനത് ചെയ്യില്ല. ദൈവസന്നിധി പറയും, എന്നെ സഹായിക്കണം. കാരണം അങ്ങനെയാണല്ലോ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. എന്താ പുരോഹിതന്റെ പ്രത്യേകത? പാപമൊഴികെ സകലത്തിലും അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ, കൃപ പ്രാപിക്കുവാൻ ഏതു സമയത്തും കൃപാസനത്തിനരികിലേക്ക് നമ്മൾ ഓടി വരിക. ഞാനൊരു പാപിയാ, ഞാനൊരു കുഴപ്പക്കാരനാ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പുറകോട്ട് പോകുകയല്ല വേണ്ടത്. നമുക്കറിയാം, തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആണയിട്ട് പ്രാഗി കർത്താവിൻ്റെ കൂട്ടത്തിൽ നിന്ന് പുള്ളി പോയി. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കാനായിലെ നഥനയേലിനെയും ദിദിമോസ് എന്ന തോമസിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് പുള്ളി വീണ്ടും മീൻപിടുത്തത്തിനായിട്ട് കടന്നുപോയി അല്ലേ. പുള്ളി മാത്രം പിന്മാറി പോവല്ല, 2-3 പേരെയും കൂടെ പുള്ളി കൊണ്ടുപോവാ പിന്മാറ്റത്തിലോട്ട്. ഉപേക്ഷിച്ച പടകും വലയെല്ലാം പുള്ളി എടുത്തു. പക്ഷെ നമുക്ക് നന്നായിട്ടറിയാം, യേശുവിനെ പത്രോസ് കേഴ്സ് ചെയ്തു. ഒന്ന് ഓർത്ത് നോക്കിയേ, മനുഷ്യനെ അല്ല പുള്ളി പ്രാഗിയത്. ഞാനവനെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. വായി വന്നതൊക്കെ പറഞ്ഞു, ആണയിട്ട് പ്രാഗി. പക്ഷെ നമുക്കറിയാവുന്നൊരു ചരിത്രം, യേശു അവനെ തിരിഞ്ഞു നോക്കി അവൻ പൊട്ടിക്കരഞ്ഞു. പക്ഷെ വീണ്ടും പത്രോസ്, ഞാൻ തള്ളി പറഞ്ഞല്ലേ, ഞാൻ ആണയിട്ട് പ്രാഗിയല്ലേ, ഞാൻ അവനെ മറന്നില്ലേ, ആ ഒരു കുറ്റബോധത്തിലൊക്കെ ആയിരിക്കാം വീണ്ടും പഴയ പടകും വലയും ഒക്കെ എടുത്ത് ബാക്കിയുള്ളവരെയും കൂടെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നൊരു സാഹചര്യം. പക്ഷെ അവിടെ എന്താ ചെയ്തേ? ആ പ്രഭാതത്തിൽ യേശു കർത്താവ് കനലിൽ ചുട്ട അപ്പവും മീനുമായിട്ട് ഈ പത്രോസിനെ കാത്തിരുന്നു. ഹല്ലേലൂയ. ഈ പത്രോസിനെ കാത്തിരുന്നു. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് യേശു അവരോട് ചോദിച്ചു. കർത്താവ് അവർക്ക് വേണ്ടി മീനുണ്ടാക്കി, അപ്പമുണ്ടാക്കി ആ പത്രോസിനെ കാത്തിരുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കാത്തിരുന്നു. ഹല്ലേലൂയ. അവരെ വീണ്ടും കർത്താവ് റിസ്റ്റോർ ചെയ്തു. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, തള്ളിക്കളയുന്ന ഒരു യേശുവിനെ അല്ല എനിക്കറിയാവുന്നേ, തള്ളിപ്പറഞ്ഞവനെയും സ്വീകരിക്കുന്ന, മടങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന, കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്ന യേശുവിനെ എനിക്കറിയാവുന്നു. രണ്ടാമതായിട്ട് ക്രിസ്റ്റി പാസ്റ്ററെ, അത് നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. ദൈവസന്നിധിയിൽ പോയി തുറന്ന പായോട് ഇതെല്ലാം പറയണം. ജീവിതത്തിൽ അതിൻ്റെ ക്ലിയറൻസ് എടുക്കണം. വെച്ചോണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ പാപത്തിൽ തുടരരുത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. പക്ഷെ ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഒന്ന് വായിക്കാമോ ആ വാക്യം ജിജി പാസ്റ്ററെ? 1 യോഹന്നാന്റെ ലേഖനം, എനിക്ക് തോന്നുന്നു അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളാ. ഒന്ന് നോക്കി, ഒന്ന് വായിച്ചേ.
അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ആ. ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക് പറയുന്നു, ആ. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇനി അടുത്ത അധ്യായം, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തു പോയെങ്കിലോ നീതിമാനായ ആമേൻ. യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ, ഹല്ലേലൂയ. ആ കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഉണ്ട്. നമുക്ക് വേണ്ടി ഉണ്ട്. ആ കർത്താവ് ഒന്ന് ലൈവ് കാണുന്നവരൊന്ന് പറഞ്ഞ് യേശു എനിക്ക് വേണ്ടി ഉണ്ടെന്നൊന്ന് പറഞ്ഞേ. യേശു എനിക്ക് വേണ്ടി ഉണ്ട്. യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. എന്നെ സഹായിക്കാൻ എനിക്കൊരു യേശു ഉണ്ട്. ആമേൻ. എന്നെ തിരിച്ചു പിടിക്കാൻ എനിക്കൊരു യേശു ഉണ്ട്. ഹല്ലേലൂയ. എന്നെ റിസ്റ്റോർ ചെയ്യാൻ എനിക്കൊരു യേശു ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം നമുക്ക് ആ കർത്താവ് ഉള്ളത് കൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ നാം ചെന്ന് പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ കർത്താവ് സ്നേഹമുള്ള ദൈവം. ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഇത് എഴുതിയിരിക്കുന്നത് പാപം ചെയ്യാനല്ല. യോഹന്നാൻ എന്നാ പറഞ്ഞു? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിനെന്നല്ലേ. ഒന്ന് വായിച്ചു വന്നൂടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്ത്? ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഇത് നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ചെയ്യാരുത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുത്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചു ജീവിതത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് ആ പാപത്തിൽ തുടരാതെ, ആ പാപത്തിൽ കിടക്കാതെ, ആ കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുന്ന, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുളിച്ചിട്ട് വീണ്ടും ചെളിയിൽ ഉരുളുന്ന പന്നിയെപ്പോലാകാതെ, ഛർദിച്ചത് തിരിഞ്ഞെടുക്കാൻ പോകുന്ന നായെപ്പോലെ ആകാതെ, അതിനോട് വിട പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് പുറത്തു വന്നിട്ട് എൻ്റെ കർത്താവിന്റെ പരിശുദ്ധ രക്തം എന്നെ വിശുദ്ധീകരിച്ചു, നീതീകരിച്ചു. ഇനി അത് അവനെ വെച്ചോണ്ടിരിക്കുന്നില്ല. അവൻ പോസ്റ്റ്മോർട്ടം ചെയ്യല. അത് ആമേൻ. കർത്താവ് വീണ്ടും അത് എടുത്തുകൊണ്ട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യല. അവനതിനെ ആഴക്കടലിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത രീതിയിൽ എന്നെ അതിൽ വിമോചിപ്പിച്ചിരിക്കുന്നു എന്ന വെളിപ്പാടിൽ, വിശ്വാസത്തിൽ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ വിഷയം. 2, ഇതിനാൽ ഉളവാകപ്പെടുന്ന ഒരു കുറ്റബോധമുണ്ട്. അത് പാസ്റ്റർ പറഞ്ഞല്ലോ. അതെ. അതിനെന്നാ ചെയ്യേണ്ടിയെന്ന്. അതിന് ഞാനൊരു കഥ പറയാം. ഒരു കഥ. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവർക്കൊരു മകനുണ്ട്. ആ മകന്റെ പേര് ടോണി എന്നാണ്. ടോണി വെക്കേഷൻ ടൈമാണ്. വെക്കേഷൻ ടൈമിൽ വീട്ടിലെ പിള്ളേരെല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കാൻ വരും. ഈ ടോണിക്ക് 12-13 വയസ്സേ പ്രായമുള്ളൂ. അപ്പോൾ ആ വീട്ടിൽ കുറേ നല്ല കാണാൻ രസമുള്ള വാത്ത, അരയന്നം പോലത്തെ ഇങ്ങനെ താറാവുകളെ വളർത്തുന്നുണ്ട്. അവിടെ ഒരു പൂളുണ്ട്, അതിനകത്ത് അത് നീന്തി കളിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഈ കുട്ടികളെല്ലാം കൂടി, ഈ ടോണി ഉൾപ്പെടെ ക്രിക്കറ്റ് കളിച്ചു അവർ വീടിൻ്റെ മുറ്റത്ത്. അപ്പം ക്രിക്കറ്റ് കളിച്ച കൂട്ടത്തിൽ ഈ ബോൾ എടുത്ത് എറിഞ്ഞ് ഒരു താറാവിൻ്റെ മേത്ത് കൊണ്ട്, ഭാരമുള്ള കോർക്കിൻ്റെ ബോളായിരുന്നു, അതെടുത്ത് എറിഞ്ഞൊരു താറാവിൻ്റെ മേത്ത് കൊണ്ടിട്ട് ഈ താറാവ് അങ്ങ് ചത്തു. പിന്നെ അതിന് അനക്കമില്ലാതായി, വശം കെട്ട് കൊണ്ടു. ഈ കൂട്ടുകാരി പിള്ളേരെല്ലാം കൂടെ സ്റ്റെമ്പും ബാറ്റും എല്ലാം കൂടെ എടുത്ത് ഓടിക്കളഞ്ഞു. ജോണി മാത്രമേ. ഇപ്പൊ വീട്ടിൽ വേലക്കാരനുണ്ട്. ആ വീട്ടിലൊരു വേലക്കാരനുണ്ട്. ഈ വേലക്കാരൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടനെ വേലക്കാരൻ ടോണി എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ടോണി, താറാവ് ചത്തല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ എടുത്ത് കുഴിച്ചിടാം. ടോണി പറഞ്ഞു, അപ്പാടും അമ്മയോടും പറയുമോ, ഡാഡിയോടും മമ്മിയോടും പറയുമോ? വേലക്കാരൻ പറഞ്ഞു, ഇല്ല, പറയത്തില്ല, നിന്നെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു. നമുക്കിതിനെ കുഴിച്ചിടാന്ന് പറഞ്ഞു. അങ്ങനെ വേലക്കാരനും ടോണിയും കൂടെ ഇതിനെ കുഴിയെടുത്ത് കുഴിച്ചിട്ടു. അന്ന് രാത്രി ഡാഡിയും മമ്മിയും വന്നപ്പോൾ ഇവന് ഭയങ്കര പേടിയുണ്ടായിരുന്നു മനസ്സിൽ, ഇവരിത് അറിയുമെന്ന്. വേലക്കാരനെ നോക്കി വേലക്കാരൻ കണ്ണ് കാണിച്ചു, ഞാൻ പറയലെന്ന് പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ
ഇതേ കൂട്ടുകാര് വീട്ടിൽ കളിക്കാൻ വന്നു. ഇവന്റെ അപ്പനും അമ്മയും ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി. ആ സമയത്ത് വേലക്കാരൻ പറഞ്ഞു, ജോണി ഇന്ന് നീ കളിക്കാനൊന്നും പോകരുത്, ആ ചെടിക്കെല്ലാം ഇച്ചിരി വെള്ളം ഒഴിച്ച, ചെടിയെല്ലാം ഒന്ന് നനച്ചെന്ന് പറഞ്ഞു. ഉടനെ ടോണി ഈ വേലക്കാരനോട് പറഞ്ഞു, അത് നിങ്ങളുടെ ജോലിയല്ലേ, നിങ്ങളല്ലേ ഇന്നലെ വരെ ചെടിക്കെല്ലാം വെള്ളം നനച്ചോണ്ടിരുന്നേ? ഇല്ലില്ല, താറാവ്, ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം പേടിച്ചിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്ന് കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ പോയി ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. നെക്സ്റ്റ് ഡേ ആയി വീണ്ടും ഇവൻ മുറ്റത്തോട്ട് ഇറങ്ങുമ്പം ഈ സെർവന്റ് വേലക്കാരൻ പറഞ്ഞു, ആ വെളിയിൽ ഉണക്കാൻ വിരിച്ചിട്ടിരിക്കുന്ന തുണികളെല്ലാം പെറുക്കി അകത്ത് കൊണ്ടുവന്ന് അയൺ ചെയ്യാനായിട്ട് കൊണ്ടുവെക്കാൻ പറഞ്ഞു. അപ്പം ഉടനെ ഇവൻ പറഞ്ഞു, അത് നിങ്ങളുടെ ജോലിയല്ലേ, കഴിഞ്ഞ ദിവസം വരെ നിങ്ങളല്ലേ ചെയ്യുന്നുണ്ട്, അല്ല ഇന്നു പോലെ നീയാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ താറാവ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവനോട് പറഞ്ഞ് ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാനും ടോർച്ചർ ചെയ്യാനും തുടങ്ങി. 4-5 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ വീക്കെൻഡിൽ ശനിയാഴ്ച വൈകിട്ട്, പിറ്റേ ദിവസം അവധിയാണ്, ഡാഡിയും മമ്മിയും അവൻ്റെ അപ്പനും അമ്മയും ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ടോണി പതിയെ ഡാഡിയുടെ അടുത്തോട്ട് അപ്പൻ്റെ അടുത്തോട്ട് വന്നു. അപ്പന് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ മക്കളെ എന്ന് ചോദിച്ചപ്പം ഇതുവരെ അവർ തിരക്കായിരുന്നു, അപ്പോൾ ജോലി ചെയ്യുന്ന തിരക്കായിരുന്നു. മോനെ പിടിച്ചടുത്തിരുത്തി. അവനങ്ങ് കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡാഡിയുടെ കാലയിലോട്ട് കെട്ടിപ്പിടിച്ചേച്ച് പറഞ്ഞു, ഡാഡി ഞാനൊരു തെറ്റ് ചെയ്തു. ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പം ബോൾ എടുത്ത് എറിഞ്ഞ വഴിക്ക് നമ്മുടെ ആ വെള്ള കളറുള്ള കാണാൻ വളരെ രസമുള്ള താറാവിൻ്റെ മേത്ത് കൊണ്ടിട്ട് അത് ചത്തുപോയി. ഡാഡി എന്നോട് ക്ഷമിക്കണം, ഇനി ഞാനത് ആവർത്തിക്കത്തില്ല ഡാഡി എന്ന് പറഞ്ഞ് പൊട്ടി അങ്ങ് കരഞ്ഞു. അവൻ്റെ ഡാഡി, അവൻ്റെ അപ്പൻ അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, അതിനെന്നാ കുഞ്ഞെ, അതിനെന്നാ മോനെ, നീ എന്തിനാ അതിനിങ്ങനെ കിടന്ന് കരയുന്നേ, വിഷമിക്കുന്നേ? സാരമില്ല, നമുക്ക് വേറെണ്ണത്തെ മേടിക്കാം, നീ സമാധാനമായിട്ടിരുന്നു. ഓൾ റൈറ്റ്, എവറിത്തിങ് ഈസ് ഫൈൻ. അവൻ ഡാഡിയുടെ അടുത്ത് നിന്ന് കണ്ണീരൊക്കെ തുടച്ച് ഇത് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ അവൻ്റെ റൂമിലേക്ക് പോയി. പക്ഷെ പിറ്റേ ദിവസം ഞായറാഴ്ച ഇവര് കുടുംബമായിട്ട് ചർച്ചിൽ പോയി. ചർച്ച് കഴിഞ്ഞ് തിരികെ ഇവൻ വീട്ടിലെത്തുമ്പം ഇവൻ്റെ വേലക്കാരനെ നോക്കി. വേലക്കാരൻ പറഞ്ഞു കൊടുക്കട്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയട്ടോ എന്ന് ചോദിച്ചു. ടോണി വേലക്കാരനെ അങ്ങ് വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, എന്നാ വേണേലും ഇനി പറഞ്ഞു കൊടുത്തു, നാളെ മുതൽ ഞാൻ തുണിയും കഴുകാൻ വരുന്നില്ല, ചെടിക്ക് വെള്ളം ഒഴിക്കത്തില്ല, എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോണം. വേലക്കാരൻ പറഞ്ഞു, താറാവെന്ന് 10 തവണ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറയേണ്ടവനോട് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറയേണ്ടവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ക്ഷമിക്കേണ്ടവൻ എന്നോട് ക്ഷമിച്ചിട്ടുണ്ട്, പറയേണ്ട ആളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പറയേണ്ടവനോട് പറഞ്ഞാൽ, ക്ഷമിക്കേണ്ടവൻ ക്ഷമിച്ചാൽ പിന്നെ നിങ്ങൾ അത് ഓർത്തോണ്ടിരിക്കല്ല, നിങ്ങൾ അതിൽ തുടരരുത്. നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പിശാചിന് അതിൻ്റെ മേൽ യാതൊരു അവകാശങ്ങളും ഇല്ല എന്ന സത്യം മനസ്സിലാക്കണം. പക്ഷെ യോഹന്നാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ എഴുതുന്നത്, ഇത് ഞാൻ പറയുന്നത് പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുപ്പാനെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണം പ്രാപിക്കുമെന്ന് എഴുതിയിരിക്കുമ്പോൾ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്ന് തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ, പ്രവൃത്തി വേണ്ടെന്നല്ല, തെറ്റ് ചെയ്യണമെന്നല്ല, പാപത്തിൽ തുടരണമെന്നല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാലും ഒരു തെറ്റ് വന്നാലും ഞാനതിനെ ഏറ്റുപറയുമ്പോൾ, പറയേണ്ടവനോട് പറയുമ്പോൾ, അവനതിനെ മറക്കുകയും ക്ഷമിക്കുകയും എന്നെ നീതീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ തുടർന്ന് ജീവിക്കേണ്ടത് ആ നീതിബോധത്തിലാണ്, കുറ്റബോധത്തിലല്ല. ഇത്രത്തോളം എന്നെ സ്നേഹിച്ച എൻ്റെ അപ്പായെ, ഇത്രത്തോളം ക്ഷമിച്ച ഈ അപ്പായെ ഇനി ഞാൻ വിഷമിപ്പിക്കത്തില്ല. അതാണ് ക്രിസ്റ്റി പാസ്റ്റർ, ജിജി പാസ്റ്റർ ഇന്ന് ഈ ലൈവ് കാണുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ കുറ്റം പറയുന്ന സാത്താനുണ്ടല്ലോ, എപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് കുറ്റപ്പെടുത്തും. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ, പുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ അത് കുറ്റം പറയാൻ അവനവിടെ ചെന്നില്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കുറ്റപ്പെടുത്തിയില്ലേ?
ദൈവം പറഞ്ഞില്ലേ, അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ. ഇവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ യഹോവ നിന്നെ ബത്സിക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയില്ലല്ലോ. പക്ഷെ ആ അഴുക്കുള്ള വസ്ത്രം മാറ്റി ആ വെണ്മയുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിശാചിന് വാദിക്കാവൊന്നുമില്ല. അവനോടുന്ന് പോയി അവിടുന്ന്. എന്നപോലെ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്നത്തെ മെസ്സേജ് മറ്റുള്ളവരിൽ എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളും ഞാനും ഒരു തെറ്റ് ചെയ്യുമ്പം ദൈവസന്നിധി ചെന്നിട്ട് പിശാച് യേശു കർത്താവിനോട് പറയും, ദൈവത്തോട് പറയും, നിങ്ങളുടെ ഉള്ളത് ഈ ചിത്രം ഒന്ന് കാണണം. നിന്റെ മോനെ കണ്ടോ, നിന്റെ മോളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വലിയ വില കൊടുത്ത് നിന്റെ രക്തം കൊടുത്ത് സ്വീകരിച്ചാണല്ലോ. 24 മണിക്കൂർ നീ അവനെ സംരക്ഷിക്കുകയാണല്ലോ. 24 മണിക്കൂർ അവന് വേണ്ടതെല്ലാം നീ കൊടുക്കുകയാണല്ലോ. കണ്ടോ, അവൻ കാണിക്കുന്നത് കണ്ടോ, അവൻ ചെയ്യുന്ന കണ്ടോ, എന്നാ അനീതി അവൻ ചെയ്യുന്നത് കാണിക്കുന്നത് കണ്ടോ എന്ന് പിശാച് അവിടെ ചെന്ന് നിന്ന് പറയുമ്പം ദൈവം നോക്കുമ്പോൾ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. റൈച്ചസ് ജഡ്ജാണ് സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് അതില്ലെന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ ഒരിക്കലും ഞാനും നിങ്ങളും കാരണം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കലും സാത്താൻ അവനെ കുറ്റപ്പെടുത്തുവാൻ, ചോദ്യം ചെയ്യുവാൻ ഇടവരരുത്. അതിന് നമ്മൾ അവസരം കൊടുക്കരുത്. എന്നാൽ ജീവിതത്തിൽ ഒരു വീഴ്ചയോ കുറവോ വന്നിട്ടുണ്ടെങ്കിൽ യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. മടങ്ങി വരിക, അനുദപിക്കുക, മാനസാന്തരപ്പെടുക. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിനെ, വിട്ടുകളഞ്ഞതിനെ, കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തതിനെ പിന്നെ നിങ്ങളായിട്ട് ചുമക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും അതിന് രസകരമായി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ ആകാശത്തൂടെ പോകുന്ന വെടിയുണ്ട ഏണി വെച്ച് കയറി നിന്ന് മേളയിൽ പോയി കൊണ്ടിട്ട് ഇറങ്ങി വരില്ല. കർത്താവ് ക്ഷമിച്ചതും കർത്താവ് മറന്നതും യേശു കർത്താവ് വിട്ടുകളഞ്ഞതും നിങ്ങൾ ഓർത്തിരിക്കില്ല. നിങ്ങൾ ആ നീതിബോധത്തിൽ ജീവിക്കണം, നീതിബോധത്തിൽ തുടരണം. ജിജി പാസ്റ്ററിനെ യേശുവിന് ഇഷ്ടമാണെങ്കിൽ എനിക്കെന്നാ പിണക്കം? ക്രിസ്റ്റി പാസ്റ്ററിനെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ എനിക്കെന്നാ? നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഞാൻ ഇപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് അങ്ങനെ ഒരു സംഭവം പറയാനായിട്ട് ഇടയായി. നമ്മൾ പലരെയും വിധിക്കുന്നു, പലരെയും വിമർശിക്കുന്നു, പല ആൾക്കാരെ കുറിച്ച് വിധികൾ എഴുതുന്നു. പക്ഷെ അവരെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ, അവരെ യേശു നീതീകരിച്ചതാണെങ്കിൽ, അവർ ദൈവത്തിന്റെ നീതിമാന്മാരെ നീതിപതിയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞേ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇളവ് കൽപ്പിച്ച് ശിക്ഷ വിധിക്കാതെ നീതിപൂർവം നീതിയോടെ വിധിച്ച് ആ വ്യക്തിയെ ഫ്രീ ആക്കി വിട്ടയച്ചാൽ പിന്നെ ഏത് പോലീസുകാർക്ക്, ഏത് വ്യക്തിക്ക് ആ വ്യക്തിയെ പിടിക്കാൻ പറ്റും? ആർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും? എന്നാലും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഉണ്ട്. പക്ഷെ ദൈവരാജ്യത്തിൽ അതല്ല കേട്ടോ. അത് പിശാചിന് നന്നായിട്ട് അറിയാം. ദൈവം ഒരുത്തനെ നീതീകരിച്ചാൽ നീതീകരിച്ചതാണെന്നും, ദൈവം ഒരുത്തനെ വിശുദ്ധീകരിച്ചാൽ വിശുദ്ധീകരിച്ചതാണെന്നും, ദൈവം ഒരുത്തനെ വീണ്ടെടുത്താൽ വീണ്ടെടുത്തതാണെന്നും, കർത്താവ് ഒരുത്തനെ സ്നേഹിച്ചാൽ സ്നേഹിച്ചതാണെന്നും, അമ്പുരാന്റെ ഫേവർ ഒരുത്തന്റെ മേളിൽ വീണാൽ അത് എവർലാസ്റ്റിംഗ് ആണെന്നും, ഇസ് ഫേവർ ഫോർ എവർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഫോർ ലൈഫ് ടൈം. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ഇസ് ഫേവർ ഫോർ എ ലൈഫ് ടൈം. അത് പിശാചിന് നന്നായിട്ട് അറിയാം. നമ്മളോട് അത് അറിഞ്ഞിരിക്കണം. നമുക്കും ആ വെളിപ്പാടുണ്ടാകണം. ആ വെളിപ്പാടിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ അംഗീകാരത്തിന് വേണ്ടി മനുഷ്യൻ പലതും ഓടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു അംഗീകാരം കിട്ടണം. സഭയിലാണെങ്കിൽ സഭയിൽ, പ്രസ്ഥാനത്തിലാണെങ്കിൽ പ്രസ്ഥാനത്തിൽ, എവിടെയെങ്കിലും ഒരു അംഗീകാരം കിട്ടുവാൻ വേണ്ടി മനുഷ്യൻ പലവിധമായ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തി അങ്ങനെ ഒരു അംഗീകരണത്തിന് വേണ്ടി ഓടേണ്ട ആവശ്യമുണ്ടോ? അതിന് പാസ്റ്റർ അഭിപ്രായം എന്താണ്? ജിജി പാസ്റ്ററിനെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തെറ്റൊന്നുമില്ല അതിൽ. പക്ഷേ ലോകം നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, മനുഷ്യൻ നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, ആ തെറ്റിദ്ധാരണയിലൂടെ അംഗീകാരം നഷ്ടപ്പെടുന്നതിലൂടെ ഒക്കെ
പലരും നിരാശരായി പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നെ സംഘടനയിൽ എടുത്തില്ല, എന്നെ വിജയിപ്പിച്ചില്ല, എനിക്ക് വോട്ട് തന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ലീഡർഷിപ്പിൽ എന്നെ എടുത്തില്ല, അല്ലെങ്കിൽ ആ പുള്ളിക്ക് എന്നോടൊരു സ്നേഹവും അംഗീകാരവും എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള തോന്നലുകൾ, ഇതൊരു തോന്നലാണ് കേട്ടോ, ചിന്തയാണ്. ഈ ചെറുപ്പക്കാർ പിള്ളേർക്ക് കൂടുതൽ ഈ പ്രശ്നമുണ്ട്. കാരണം വീട്ടിൽ അവർക്ക് അവർ ചിന്തിച്ച ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല, കോളേജിൽ. അപ്പം ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ശ്രമം അവർ നടത്താറുണ്ട്. ഞാനൊരു ചെറിയ രസകരമായൊരു കാര്യം, കോളേജിലോട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ചിന്തയാണേ, ബൈക്കിൽ അവൻ പോകുന്നത്. അതുവരെ അവൻ 60 മൈൽ സ്പീഡ്, 60, 55, മാക്സിമം 70, നല്ല റോഡിലൊക്കെ മാക്സിമം 70 ആ സ്പീഡിൽ അവൻ ബൈക്കിൽ വന്നേ. പെട്ടെന്ന് അവൻ്റെ കോളേജിൻ്റെ റോഡിലെത്തി. കോളേജിൽ അപ്പോൾ സൈഡിൽ കൂടെ അവൻ്റെ കൂട്ടുകാരും കൂടെ പഠിക്കുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ കയറി പോകുന്നുണ്ട്. ആ കോളേജിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവനൊരു ആക്സിലേറ്ററൊക്കെ കൊടുത്തൊരു പോക്കുണ്ട്, മൂപ്പിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എരപ്പിച്ചോണ്ടൊരു പോക്കുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആ കോളേജിൻ്റെ ആ റോഡിൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോൾ ഈ ഉള്ള കൂട്ടുകാർ സുഹൃത്തുക്കളൊക്കെ സൈഡിൽ കൂടെ പോകുമ്പം ഇവനിങ്ങനെ മൂപ്പിച്ചരപ്പിച്ച് പോകുന്ന എന്തിനാ? പെട്ടെന്ന് ക്ലാസ്സിലിരുന്ന് പോയി ഇത്രയും ഇവരെക്കാളെല്ലാം മുമ്പേ പെട്ടെന്ന് ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയാണോ? അല്ല. ഈ സൈഡേ നിൽക്കുന്ന, ഈ സൈഡേ പോകുന്ന കൂട്ടുകാർ പറയണം, അടിപൊളി, എന്നാ പോക്കടാൻ പോന്നെ, ഭയങ്കര ബാലകമായ നല്ലേട്ടോ ബൈക്ക് ഓടിക്കും കേട്ടോ. അപ്പൊ അവന്റെ സുഹൃത്തുക്കൾ, പക്ഷേ പ്രായമുള്ളവർ, കാണുന്നവര്, നാട്ടുകാര് ഇങ്ങനൊന്നും പോകരുതെന്നാ പറയുന്നത്, അപകടകരമായ പോക്കാണെന്നായി പറയുന്നത്. ശരിയല്ലേ? പക്ഷെ ഇവന്റെ മനസ്സിലിരിക്കുന്ന സാധനം എന്നാ? ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഇവരെല്ലാം എന്നെ എന്ത് ചെയ്യും? അംഗീകരിക്കും. ഭയങ്കര ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന്. ഇത് ആത്മീയ ലോകത്തിലുമുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിലുമുണ്ട്. ചില ആൾക്കാരെ വളരെ കല്യാണത്തിനൊക്കെ പോകുമ്പം മാന്യമായ വസ്ത്രം ധരിക്കണം, നമ്മൾ മാന്യമായിട്ട്, പക്ഷെ ഭയങ്കര വിലപിടിപ്പുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നതും വലിയ വിലപിടിപ്പുള്ള ആർഭാടകരമായ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നതിൻ്റെ കാരണം അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ, പക്ഷെ തെറ്റായ നിലയിൽ അവർക്കൊരു അംഗീകാരം കിട്ടാൻ എല്ലാവരും വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരാൾ മാത്രം ഇട്ടോണ്ട് വരുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് അവരെന്തോ, ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് കാണിക്കാനുള്ളൊരു സാധനം അത്. പക്ഷെ വിശ്വാസത്താൽ നീതീകരണം, ദൈവികമായ അംഗീകാരം എന്നുള്ള വെളിപ്പാട് കിട്ടിയവർക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകത്തില്ല. ആരും അവരെ അംഗീകരിച്ചില്ലെങ്കിലും, ആരും അവരെ അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിലും അവരുടെ മുഖത്തൊരു സന്തോഷവും ചിരിയും. അവരോട് ആരും അങ്ങോട്ട് പോയി മിണ്ടിയില്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് മിണ്ടും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഇച്ഛിക്കുന്നത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ അവരിങ്ങോട്ട് വന്ന് കൈ കൊടുക്കും, അവരിങ്ങോട്ട് വന്ന് മിണ്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിന് ഞാൻ ഒരു വാക്യം ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ജയിപ്പാസ് ഇട്ടേക്കുന്നത്. അംഗീകരിക്കുക, അംഗീകാരം ഉണ്ടാകുക. എല്ലാവരും പലയിടത്തും വ്യക്തിപരമായ അംഗീകാരങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ഈ വാക്യം എന്ന് വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 10-ാം അധ്യായം 31 മുതൽ 35 വരെ ആദ്യം ഒന്ന് വായിക്കണം, ഒന്ന് വായിച്ച ഭാഗം. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി, ക്രിസ്റ്റി പാസ്റ്റ് അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 37 മുതൽ വായിക്കണം. ജിജി പാസ്റ്റ് അപ്പോസ്തല പ്രവൃത്തി 10-ന്റെ 31 മുതൽ വായിക്കണം. കൊർന്നല്യോസേ, ദൈവം നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വിളിപ്പിക്കുക. അവൻ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്നെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് വാ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായ റെഫറൻസ് മാത്രം ഒന്ന് പറഞ്ഞേ. ഏത് ജാതിയിലും, അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം
34-35 വാക്യങ്ങൾ വായിച്ചോ. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. കൊർന്നല്യോസിന്റെ വീട്ടില് പത്രോസ് വരുന്നു. പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മപൂർണനായി പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷയില്ല. അതാദ്യം മനസ്സിലാക്കണം. ഏതു ജാതിയിലും, അത് ശരിക്കും പറഞ്ഞാല് ഇന്നത് കേട്ടോണ്ടിരിക്കുന്നവർ ചെവി തുറന്ന് കേട്ടോണം എല്ലാവരും. ഏതു ജാതിയിലും തന്നെ ഭയപ്പെട്ടു. അപ്പൊ ദൈവത്തിന് ജാതിയും മതവും ഇല്ല. ഒന്ന്, ദൈവത്തിന് മുഖപക്ഷയില്ല. രണ്ട്, ദൈവത്തിന് ജാതിയും മതവും ഇല്ല. ഏതു ജാതിയിലും തന്നെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നു. ആ നീതി പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ റൈച്ചസ്നെസ്, ആ നീതീകരണത്തിലേക്ക് വരുന്നവനെ, നീതിബോധത്തിൽ ജീവിക്കുന്നവനെ, നീതി പ്രവർത്തിക്കുന്നവനെ, ഹല്ലേലൂയ, വാസ്തവമായി അവൻ അംഗീകരിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത, യേശു ക്രിസ്തുവിന്റെ ആ കൽപ്പനയാകുന്ന ശ്വാസ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വീകരിച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച, അത്രയേ ഉള്ളൂ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പോലെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന നിങ്ങളെ, നിങ്ങളിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ട് സ്വർഗത്തിലെ ദൈവം, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു എങ്കിൽ, ആകാശവും ഭൂമിയും ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ, ഈ ലോകത്തിലുള്ള ആരൊക്കെ നിങ്ങളെ റിജക്റ്റ് ചെയ്താലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. സ്വർഗം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. ജീവിതത്തിൽ എവിടെങ്കിലും റിജക്ഷൻസ് അനുഭവിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടോ? കുടുംബത്തിൽ, പഠിക്കാൻ പോയ കോളേജിൽ, സഭയിൽ, ഓഫീസിൽ, കമ്പനിയിൽ, സമൂഹത്തിൽ എവിടെങ്കിലും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളും അനുഭവിച്ചവർ, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ അനുഭവം, കഴിവുകളില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ അനുഭവം, എല്ലാവരുടെയും ഒപ്പം നിൽക്കുവാൻ അവരെ പോലെ എല്ലാം ഇല്ലാത്തതിൻ്റെ പേരിൽ അവോയ്ഡ് ചെയ്ത്, റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയ അനുഭവങ്ങൾ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, സ്നേഹത്തോടെ നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ അവൻ വാസ്തവമായും അംഗീകരിക്കുന്നു. ഇന്ന് നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, യു ആർ നോട്ട് റിജക്റ്റഡ്, യു ആർ അക്സെപ്റ്റഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല, നിങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. പലപ്പോഴും പലരും ഈ പാപബോധത്തിൽ, ആ ഒരു ഒക്കൾട്ടായിട്ടുള്ള നിഗൂഢമായിട്ട്, ഈ സഹോദരങ്ങളെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പലരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഭാരം ഇരിപ്പുണ്ട് പാസ്റ്ററെ, ഭയങ്കര ഭാരം, അവർ ചെയ്ത തെറ്റും കുറവൊക്കെ ഭാരമായിട്ടിരിപ്പുണ്ട്. അതിങ്ങനെ ഒക്കൾട്ടായിട്ട് നിഗൂഢമായിട്ട് അവർ വെച്ചിരിക്കുന്ന ചില സംഭവം ആരോടും അവർ പറഞ്ഞിട്ടില്ല. അവിടെയാണ് യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്നത്, ഒരുത്തൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവനോടൊരുവൻ അത് ഷെയർ ചെയ്യണം. എല്ലാവരോടും ഷെയർ ചെയ്യരുത്. അത് ഭയങ്കര അപകടകരമായ കാര്യമാണ്. ഒരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഒരു വ്യക്തിയോടും പറയാൻ പറ്റുകയില്ല. നമുക്ക് എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ അത് പത്രത്തിൽ കൊടുക്കണ്ട, പിന്നെ അത് ന്യൂസ് ചാനലിലൊക്കെ വരുന്നതിനേക്കാൾ സീരിയസ് ആയിട്ട് ഈ സാധനം പോകും, സ്പ്രെഡ് ചെയ്യിച്ച് കളയും. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ നമുക്ക് മീതെ വേണം. നമ്മളെ ചതിക്കില്ല, അതൊരു ഭയങ്കര ഒരു കവറിങ്, അതൊരു ഭയങ്കര സന്തോഷകരമായ ഒരു സെക്യൂർനെസ് ആണത്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നമ്മളെ ചതിക്കാത്ത ഒരാളിനോട്, നമ്മുടെ ഹൃദയത്തിലെ ഭാരം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളിനോട്, നമ്മുടെ വേദന നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളിനോട്, നമ്മുടെ വിഷമം നമ്മൾ തുറന്നു പറയണം. നമുക്ക് തുറന്നു പറയാൻ ഒരാൾ വേണം. നിങ്ങൾക്കറിയാവോ, നിങ്ങൾക്കെല്ലാം തുറന്നു പറയാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളെ ചതിക്കാത്ത ഒരുവനുണ്ട്, അത് ദൈവമാണ്.
എന്നാൽ ഈ ഭൂമിയിൽ അതുപോലൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല സുഹൃത്ത്, നല്ലൊരു ദൈവദാസൻ ഉള്ളത് നല്ലതാ. രണ്ടുപേരും ഒന്നിച്ച് ആ വിഷയം ദൈവസന്നിധിയിൽ ഒന്ന് പങ്കുവെച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊരു വിടുതൽ നടക്കും. ഈ കേൾക്കുന്ന വ്യക്തിയല്ല ക്ഷമിക്കേണ്ടത്, അത് ഓർത്തോണം. ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ ഭാരവും പ്രയാസവും ഒക്കെ പങ്കുവയ്ക്കുമ്പം ഈ കേട്ടോണ്ടിരിക്കുന്ന ആളല്ല ക്ഷമിച്ച് വിട്ടയക്കേണ്ടത്. ക്ഷമിക്കേണ്ടത് ദൈവമാണ്, പൊറുക്കേണ്ടത് ദൈവമാണ്, വിമോചിപ്പിക്കേണ്ടത് ദൈവമാണ്, സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ദൈവമാണ്. പക്ഷെ നമുക്ക് തുറന്നു പറയാൻ, സംസാരിക്കാൻ, ഭാരങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു വിടുതലാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിക്ഷേപം ആ വ്യക്തി. നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ആ വ്യക്തി. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുവിന് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുള്ള ആഗ്രഹമാണ് ഒന്ന് തല ചായ്ച്ച് മരിക്കണമെന്ന്, അല്ലേ? ഒന്ന് തല ചായ്ച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. കർത്താവ് മരിക്കുമ്പോഴേ ആ വേദനയിൽ അവന് ചായാനൊരു തോളില്ലായിരുന്നു, അവനും ഒന്ന് ചായാനൊരു മാറില്ലായിരുന്നു. സ്വന്തം തോളിൽ പോലും അവന് ചായാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. ആ കർത്താവിന് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. മാറിൽ ചാരാൻ, നിങ്ങൾക്കെല്ലാം പറയാൻ വിശ്വസ്തനായവൻ, നീതിമാനായവൻ ഒരുവനുണ്ട്. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനോട് തുറന്നു പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്ററിനോട്, എല്ലാവരും ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് പാസ്റ്ററെ, ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ അവരുടെ കുറവുകളും അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ ചിലരോട് തുറന്ന് സംസാരിച്ചത് അത് അങ്ങനെ. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവർ, എന്നെ മിസ്യൂസ് ചെയ്യുന്നവരോട് നിങ്ങൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് പങ്കുവയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ സ്പിരിച്വൽ ഫാദർഹുഡിൻ്റെ കഴിഞ്ഞ ദിവസം ഞാനത് ജസ്റ്റ് ഒന്ന് തൊട്ട്, നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു ലീഡർഷിപ്പ് മീറ്റിംഗ് ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യണം. ഞാൻ നിന്റെ സ്പിരിച്വൽ ഫാദറാ, ഞാൻ നിന്റെ മെൻറ്ററാ എന്ന് പറഞ്ഞ് അതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. സത്യമായിട്ടും എത്ര കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ടോന്ന് അറിയാമോ മറ്റു പലരുടെയും വിഷയങ്ങളിൽ. ഒരിക്കലും ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങളെ ടോർച്ചർ ചെയ്യാൻ അനുവദിക്കരുത്. നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റ് ആണ്. നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഒരു ദൈവദാസനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് കെയർ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. ഒരു പാസ്റ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അവൻ വഴിതെറ്റിപ്പോകാതെ അവനെ കെയർ ചെയ്യുക, കറക്റ്റ് ചെയ്യുക. എല്ലാവരും ശരിയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചെയ്യുക, അത്രയേ ഉള്ളൂ. കൺട്രോൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ അതാ പറയുന്നത്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കേണ്ടത്. പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്, വ്യക്തികളല്ല. പക്ഷെ തിരുത്തുക, തിരുത്തി ഉപദേശിക്കുക, പണിതുയർത്തുക, പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, അത് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പക്ഷെ ഒരു ആൾ നമുക്ക് മീതെയുള്ള നമ്മുടെ ഭാരം ഒന്ന് പങ്കുവയ്ക്കാൻ, ചിലർക്ക് അവരുടെ അമ്മയാ കേട്ടോ, ചിലർക്ക് അവരുടെ അപ്പനാ, ചിലർക്ക് സഹോദരിയാണ്, ചിലർക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ വളരെ നല്ലത്. ഇറ്റ്സ് വെരി ഗുഡ്. അങ്ങേ തലക്കിൽ ഇരുന്ന് കേട്ടിട്ട് ഈ ന്യൂസ് എല്ലാം കൂടെ ഒപ്പിയെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയല്ല. അത് കേട്ടിട്ട് ആ ഹൃദയഭാരത്തോടെ ആ വ്യക്തി അനുഭവിക്കുന്ന, കടന്നു പോകുന്ന വേദനയെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട്, അതായിരുന്നല്ലോ യേശുവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സാരസമംഗലിനോട്, സാരസമംഗൽ ഒരു പക്ഷേ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന DGS ദിനകരൻ അങ്കിളിൻ്റെ ട്രാൻസ്ലേറ്ററായ സാരസമംഗലിനോട് ഞാൻ ചോദിച്ചു, സാരസമംഗലെ, DGS ദിനകരൻ അങ്കിളിൻ്റെ ആ കർത്തൃദാസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നായിരുന്നു? രോഗികൾ ഇത്രയും സൗഖ്യമാകുന്നു, വലിയ ഡെലിവറൻസ് ആകുന്നു. രണ്ട് കാര്യങ്ങളുള്ളൂ, ഒന്ന് പ്രാർത്ഥന, രണ്ട് ആർദ്രത, കമ്പാഷൻ. ദിനകരനങ്ങൾ രോഗികളെ കാണുമ്പം, ഒരാളൊരു രോഗവിവരം വന്ന് പറയുമ്പം, ഒരു പ്രയാസം വന്ന് പറയുമ്പം ദിനകരനങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുമായിരുന്നു. കാരണം ആ വ്യക്തി ആ കടന്നു പോകുന്ന സാഹചര്യത്തെ, വേദനയെ ആ മനുഷ്യൻ വ്യക്തിപരമായിട്ട് എടുക്കുമായിരുന്നു. ഇതായിരുന്നു യേശുവിനുണ്ടായിരുന്നത്. അവൻ പുരുഷാരത്തെ കണ്ട്, അവരുടെ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞു. രോഗമുള്ളവരെ കണ്ടപ്പോൾ, പ്രയാസമുള്ളവരെ കണ്ടപ്പോൾ, കഷ്ടതയുള്ളവരെ കണ്ടപ്പോൾ, വേദനയുള്ളവരെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി, കമ്പാഷൻ തോന്നി. ഹല്ലേലൂയ.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇവനിൽ നിന്ന് ഈ ന്യൂസ് പിടിച്ചുകൊണ്ടുപോയി എങ്ങനെ 10 പേരോട് പറയാം? അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു, പക്ഷെ ദൈവത്തിന് എന്നെ വിശ്വസിക്കാവോ? എന്നെ ചിലർ വിശ്വസിക്കുന്നു, ഞാൻ അവരെയും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിക്ഷേപിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിനൊരു ഭംഗം വരാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ആ ബന്ധം നിലനിൽക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ക്രിസ്റ്റി, ഒന്ന്, യേശു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. അതാണ് നമ്മുടെ ഉറപ്പ്. 2, അവന്റെ സന്നദ്ധിയിൽ ഏറ്റു പറഞ്ഞ പാപങ്ങളെ അവൻ തിരിച്ചെടുത്തോണ്ട് വരുന്നില്ല, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ജിജി, സ്വർഗം നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു. ആ അംഗീകാരത്തിൽ നിൽക്കണം. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച, സകലത്തെ ഉളവാക്കിയ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നീ ആ പുള്ളി എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ എനിക്കെന്നാ, ഞാൻ ചിരിക്കും. ആ വ്യക്തി എന്നെ അംഗീകരിച്ച എനിക്കെന്നാ, ഞാൻ ആ വ്യക്തിയെ അംഗീകരിക്കുന്നു. ദൈവം എന്നെ അംഗീകരിക്കും. എപ്പോഴും ഓർത്തണം, ദൈവം അംഗീകരിച്ചവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ആത്മീയത. കർത്താവ് സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നതാണ് ദൈവസ്നേഹം. അല്ലാതെ ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം അവർ സ്നേഹിക്കുന്നു, അവരുടെ സംഘടനയിലുള്ള കുറച്ച് പേരെ മാത്രം അവർ അംഗീകരിക്കുന്നു. നോ, ദാറ്റ് ഈസ് നോട്ട് ഡിവാനിറ്റി, ദാറ്റ് ഈസ് നോട്ട് വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനം അതല്ല. ദൈവം അംഗീകരിച്ചവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയണം. കർത്താവ് സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച പാസ്റ്ററെ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 37 മുതൽ ഒന്നുകൂടെ വായിച്ച് അത് വായിച്ച് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. മോശയുടെ ന്യായപ്രമാണത്തിന് പ്രവൃത്തികൾക്ക് സാധിപ്പിക്കുവാൻ കഴിയാത്ത നീതീകരണത്തെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏവനും, അങ്ങനല്ലേ ഭാഷ, ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. ഏത് വ്യക്തിയും, അതേത് മതവും ഏത് ആരുമായിട്ട് ഏത് വ്യക്തിയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മുൻപിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ഈ ലൈവ് സർവീസിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്കറിയാം ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. ആ കുറ്റബോധത്തിൽ നിന്ന് നീതിബോധത്തിലേക്കും എവിടേക്കോ അനുഭവിക്കുന്ന റിജക്ഷനുകളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ ഉറപ്പിലേക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരട്ടെ. ലോകം നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോഴും കർത്തദാസൻ വായിച്ചതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയണം, നീതിയിൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് ഞാൻ അകന്നിരിക്കും, ഭീഷണിയോട് ഞാൻ അകന്നിരിക്കും, അതുകൊണ്ട് അടുത്തു വരികയില്ല, എനിക്ക് ഭയപ്പെടാൻ ഏതുമില്ല. ഓ, കണ്ണുകളൊന്ന് അടച്ചേ, കർത്താവിന്റെ കരങ്ങളൊന്ന് ഏൽപ്പിച്ചേ. നിങ്ങളുടെ ഹൃദയത്തിൽ ശത്രു ഓരോന്ന് ഓർമ്മപ്പെടുത്തുന്നെങ്കിൽ അതിനെല്ലാം എടുത്ത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞേ, യേശുവേ, കൊടുത്ത രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കർത്താവേ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വാസത്താലാണ് രക്ഷ, വിശ്വാസത്താലാണ് നീതീകരണം, വിശ്വസിക്കുന്നവരാണ് ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കുന്നവരിലാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ഏക പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസത്താലാണ് സകലതും, സർവവും. അതുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞ്, യേശുവിനോടൊന്ന് പറഞ്ഞ്, അപ്പാ ഞാനെങ്കിൽ വിശ്വസിക്കുന്ന കർത്താവേ, എന്നെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ആത്മാവിലേക്ക് വരണമേ, എൻ്റെ ചിന്തകളിലേക്ക് വരണമേ, അവിടെ തന്നെ സ്പർശിക്കണമേ എന്ന് അധരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളൊരു പാപിയാണെങ്കിൽ, ലോകപ്രകാരം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഏത് മതമോ ജാതിയോ ഏത് സംഘടനയോ ആരോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ ഈ പ്രാർത്ഥനയൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ നൽകി തരുന്നു. ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തം എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവേ, 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 അവിടുന്ന് കാൽവരി ക്രൂശിൽ
എനിക്കായി മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് നീതിക്കായി ഞാൻ വിശ്വസിക്കുന്നു. രക്ഷയ്ക്കായി വായ് കൊണ്ട് ഞാനത് ഏറ്റുപറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ, യേശുവിൽ വിശ്വസിച്ചെങ്കിൽ ഇനി നൽകാൻ പോകുകയല്ല, ആ നീതിയുടെ വസ്ത്രം നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി. ചെറുത് പാടിയേ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി എന്നിൽ. ദുഃഖം ദാരിദ്ര്യമെന്നീ അവയ്ക്കുണ്ടോ ശക്തി എന്നിൽ. കൈക്കു പീഡിച്ചു തീ കൊണ്ടു പോകുന്നവൻ, കൈക്കു പീഡിച്ചു തീ കൊണ്ടു പോകുന്നവൻ. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തില് ഇന്ന് ഞങ്ങളെ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആ നീതി ബോധത്തിൽ ജീവിക്കുവാൻ, നീതിയിൽ ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. Awake to righteousness, sin not. Hallelujah. ദൈവ കൃപയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൃപ ചെയ്യണമേ. അവിടുത്തെ വിലയേറിയ രക്തത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപയിൽ പൊതിയണമേ. ഈ വെളിപ്പാടിൽ ജീവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. സഹോദരങ്ങളെ, സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്തുക കേട്ടോ. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. വീണ്ടും വീണ്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഇല്ലെങ്കിൽ വണ്ടിയോ വാഹനം ഓടിക്കുമ്പോൾ, ഫ്രീ ടൈമിലൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ കേൾക്കണം. ഈ ഒരു റെവലേഷൻ നിങ്ങളുടെ അകത്ത് കയറണം. ഈ ഒരു വെളിപ്പാടിൽ നിങ്ങൾ ജീവിക്കണം, വാഴ്ച നടത്തണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.